കഥ തുടരുന്നു. മുറിക്കുള്ളിൽ ചോരപ്രളയം. രക്തത്തിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുന്ന ഗോവ അധോലോക ചക്രവർത്തിയും മകനും പോപ്സൺ അലിമാവോയും ജോൺസണും. അല്പനേരത്തേക്ക് മൂവർക്കും സംസാരിക്കാൻ കഴിഞ്ഞില്ല. മുറിയിൽ തമിഴ് സംസാരം അപ്പോഴും കേട്ട് അവർ തലതിരിച്ചു. മൂലയിൽ ഒരു തകരപ്പെട്ടിയുടെ പുറത്തിരിക്കുന്ന പഴയ റേഡിയോ. ഛേ! അശ്വതി കോപത്തോടെ തലവെട്ടിച്ചു. ആരാണത് ചെയ്തത്? പുലികളായിരിക്കും, തങ്കവേലു ഉടൻ മറുപടി പറഞ്ഞു. ഇവരോടൊപ്പം ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ പുലികളാണ്. തങ്ങളുടെ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഇവരെ കൊന്നിരിക്കാനാണ് സാധ്യത. അടുത്ത സെക്കൻഡിൽ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു നിലവിളിയുടെയോ ശ്വാസം മുട്ടിപ്പിടയുന്നതിൻ്റെയോ ശബ്ദം അവരുടെ കാതിൽ വന്നലച്ചു. അശ്വതി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു. അവിടെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആ കാഴ്ച കണ്ടു. കൈക്കാലുകൾ ബന്ധിച്ച നിലയിൽ തറയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. വായുടെ മുകളിൽ കുറുകെ ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റർ കുറച്ചു ഭാഗം ഇളകി മാറിയിരിക്കുന്നു. റിവോൾവറുമായി നിൽക്കുന്ന അശ്വതിയുടെ അവ്യക്ത രൂപം കണ്ടപ്പോൾ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. വായിൽ നിന്നും അസ്പഷ്ട സ്വരങ്ങൾ പുറത്തു വന്നു. അവൾ അയാളുടെ കെട്ടുകൾ വേർപ്പെടുത്തി പ്ലാസ്റ്റർ പറിച്ചെടുത്തു. പിന്നെ വെളിച്ചമുള്ള മുറിയിലേക്ക് കൊണ്ടുവന്നു. തങ്കവേലുവും മോഹനും അയാളെ സൂക്ഷിച്ചു നോക്കി. ആ മാവിൻ തോപ്പിൻ്റെ സൂക്ഷിപ്പുകാരനായിരുന്നു അത്. എന്നെ കൊല്ലരുതേ! അവരുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് അയാൾ അപേക്ഷിച്ചു. നീ പേടിക്കേണ്ട. എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് പറയൂ. അയാൾ മുറിയുടെ മൂലയിലിരുന്ന മൺകലത്തിൽ നിന്നും കുറേ വെള്ളം എടുത്തു കുടിച്ചു. മൃതശരീരങ്ങൾ കിടന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ പോലും അയാൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇവർ എന്നോട് ഇവിടെ താമസിക്കുവാൻ അനുവാദം ചോദിച്ചത്. പോപ്സൺ അലിമാവയുടെ മൃതദേഹത്തിന് നേരെ കൈ മാത്രം കാട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. എനിക്ക് 10,000 രൂപയും തന്നു. അപ്പോൾ സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മാത്രമേ ഉള്ളല്ലോ ഇവിടെ താമസം. തീറ്റയും കുടിയുമൊക്കെ അവരും ആവശ്യം പോലെയുള്ളതിനാൽ എനിക്ക് സന്തോഷമായി. എന്നാൽ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും കൂടി ഇവിടെ വന്നു. അപ്പോഴും ഞാൻ എതിർത്തില്ല. കാരണം അവരും എനിക്ക് പണം തന്നു. പിന്നെ തൊട്ടടുത്ത രാത്രിയിൽ ഒരു സംഘം ആൾക്കാർ ഇവിടെ എത്തുകയും എല്ലാവരും കൂടി രഹസ്യമായി എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്തു. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ഒന്ന് നിർത്തി. എല്ലാ മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. പറയൂ, തങ്കവേലു പ്രോത്സാഹിപ്പിച്ചു. ഒരു ഒറ്റക്കൈയൻ സന്യാസി ഇവിടെ എത്തി. അയാൾ അന്ന് രാത്രി കൊണ്ട് ഒരു ബോംബുണ്ടാക്കി തീർത്തു. ബോംബോ? മൂവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. ആ, ഇന്ന് ഇവിടെ എത്തുന്ന ഏതോ മന്ത്രിയെ കൊല്ലുവാനാണെന്ന് പോലും. അത് മന്ത്രി? അശ്വതിയും മോഹനും ഒപ്പം നടുങ്ങി. ആഭ്യന്തരമന്ത്രി ഭഗവത് സിംഗിനെയാണോ അവർ ഉദ്ദേശിച്ചത്? എന്നിട്ട് ബോംബുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഇവരായിരുന്നു. മരിച്ചു കിടക്കുന്നവരെയാണ് അയാൾ ഉദ്ദേശിച്ചത്. സന്ധ്യയായപ്പോൾ നേരത്തെ വന്ന സ്ത്രീയും പുരുഷനും കൂടി ഇവരെ കൊന്നു. നിങ്ങളെക്കൊണ്ടുള്ള ഉപകാരങ്ങൾ മതിയായി എന്ന് പറയുന്നതും കേട്ടു. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പുറത്തെ മുറിയിൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അശ്വതിയെ നെറ്റി ചുളഞ്ഞു. പോപ്സൺ അലിമാവയെയും ജോൺസണെയും നിർദ്ദയം വധിച്ചവർ കേവലം ഒരു സൂക്ഷിപ്പുകാരനെ, അതും എല്ലാത്തിൻ്റെയും സാക്ഷിയെ കൊല്ലാതിരുന്നെന്തേ? അവൾ തൻ്റെ സംശയം പുറത്ത് പ്രകടിപ്പിച്ചില്ല. പകരം ഇങ്ങനെ ചോദിച്ചു. നിങ്ങളെ അവർ തന്നെയാണോ കെട്ടിയിട്ടത്? അതെ. ചോദിക്കാൻ മറന്നു. ഈ മാവിൻതോട്ടം ആരുടേതാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രി അങ്ങയുടേതാണ്. മോഹൻ? അശ്വതി തോൾ വെട്ടിച്ചു. വരൂ. വാച്ചിനെ മാത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് മൂവരും പുറത്തിറങ്ങി. തങ്കവേലുവിനെയും കൂട്ടി ജീപ്പിൽ കയറി. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചത് പോലെയൊന്നുമല്ല, മോഹൻ പറഞ്ഞു. ആ വാച്ചർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു. തങ്കവേലു മനസ്സിലാകാത്ത ഭാവത്തിൽ മോഹനെ നോക്കി. നമ്മൾ ആരാണെന്നോ എന്തിനാണ് അവിടെ ചെന്നതെന്നോ വാച്ചർ ചോദിച്ചില്ല. മാത്രമല്ല ആ വാച്ചർ തന്നെയാണ് അവരെ ഇരുവരെയും കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത്തവണ അശ്വതിയും അമ്പരന്ന് പോയി. മോഹൻ പറയുന്നത്? യെസ്. വാച്ചറുടെ പാൻറ്റിൻ്റെ കീശയിൽ മുഴച്ചു നിൽക്കുന്ന റിവോൾവറിൻ്റെ അഗ്രം ഞാൻ കണ്ടിരുന്നു. പിന്നെ അയാൾ നമ്മെ ആക്രമിക്കാതിരുന്നത്? തങ്കവേലിൻ്റെ സംശയം. പുറത്ത് നമ്മെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അയാളെ കെട്ടിയിട്ടതും മറ്റും സ്വയം കെട്ടാവുന്നതല്ലേയുള്ളൂ. മോഹൻ ചിരിച്ചു. ആദ്യം കാലുകൾ കെട്ടുന്നു, പിന്നീട് കൈകൾ. കടിച്ചു പിടിച്ച് കെട്ടുകൾ മുറുക്കാവുന്നതേയുള്ളൂ. അനന്തരം തറയിൽ മുറിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്ററിനും പുറത്തേക്ക് മുഖം അമർത്തിയാൽ ആ ഭാഗവും ക്ലീൻ. പക്ഷേ അയാളുടെ കൈകൾ പിന്നിലായിരുന്നു കെട്ടിവെച്ചിരുന്നത്, അശ്വതി ഇടയ്ക്ക് കയറി പറഞ്ഞു. അതിനാണോ ബുദ്ധിമുട്ട്? ശരിക്കും മെയ്വഴക്കമുള്ള ഒരാൾക്ക് കൈകൾക്കിടയിലൂടെ കാലുകളും ശരീരവും കടത്തി കൈകൾ പിറകിലാക്കുവാനാണോ ബുദ്ധിമുട്ട്? താൻ നേരത്തെ വിചിന്തിച്ചത് പോലെ തന്നെയാണ് മോഹനെ ഉദ്ദേശിക്കുന്നതെന്ന് അശ്വതിക്ക് മനസ്സിലായി. അയാൾ വെറുമൊരു വാച്ചർ മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ ആദ്യം അയാളെ കൊലപ്പെടുത്തിയാനെ. അവർക്കെതിരെ അതിദ്രുതം ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു. അത് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു. ആ ജീപ്പ് മൃതശരീരങ്ങൾക്കടുത്തേക്ക് പോവുകയാണ്, സംശയമില്ല. നിങ്ങളുടെ അടുത്ത പരിപാടി എന്താണ്? തങ്കവേലു ഇരുവരോടും തിരക്കി. തിരികെ ബോംബെക്ക്, അശ്വതി പെട്ടെന്ന് പറഞ്ഞു. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ടിക്കറ്റ് ശരിയാക്കി തരുവാൻ നിങ്ങളെ കൊണ്ടാവുമോ? ഷുവർ. എങ്കിൽ എയർപോർട്ടിനടുത്തുള്ള ഏതെങ്കിലും ചെറിയ ഹോട്ടലിലേക്ക് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തേര്. ആഭ്യന്തരമന്ത്രി ശ്രീവള്ളിപുത്തൂരിലെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുവാൻ തുടങ്ങുന്ന അവസരത്തിലാണ് PA വിവരം അറിയിച്ചത്. ഹെലികോപ്റ്ററിൻ്റെ കേടുപാടുകൾ തീർത്തിരിക്കുന്നു. മുൻമന്ത്രി ഉത്സാഹത്തോടെ ഭഗവാൻ സിംഗിൻ്റെ അടുത്തെത്തി. സർ പറഞ്ഞ ആ
അരമണിക്കൂറാകുവാൻ ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. ആഭ്യന്തരമന്ത്രി ചിരിച്ചു. താങ്കൾ വിഷമിക്കേണ്ട സുഹൃത്തെ, ഞാൻ വരാം. ഇത് അവസാനത്തെ പ്രോഗ്രാമാണല്ലോ. അതുകൂടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് വിശ്രമിക്കുവാൻ. മുൻമന്ത്രി മരുതുമകനെ നിറഞ്ഞ സംതൃപ്തി. അപ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുക്കാറായിരുന്നു. ആഭ്യന്തരമന്ത്രി ഭഗവത് സിംഗ് ശ്രീവള്ളിപുത്തൂരിൽ പ്രസംഗിക്കാൻ പോകുന്നു. വേഗത്തിൽ വയർലെസ് മെസ്സേജുകളും ടെലിഫോൺ കോളുകളും പലയിടങ്ങളിലും പാഞ്ഞു. 15 മിനിറ്റുകൾക്കുള്ളിൽ ആഭ്യന്തരമന്ത്രിയും മുൻമന്ത്രി മരുതുമകനും DGPയും മറ്റും അടങ്ങുന്ന സംഘം ഹെലികോപ്റ്ററിൽ ശ്രീവള്ളിപുത്തൂരിലേക്ക് തിരിച്ചു. അതിനു മുമ്പ് തന്നെ സീനിയർ നേതാക്കന്മാർ കാർ മാർഗം പോയി കഴിഞ്ഞിരിക്കുന്നു. ചീഫ് മിനിസ്റ്റർ മാത്രം തനിക്ക് ശാരീരികമായി അസുഖം കൂടുതലാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറി. രാവിലെ മടക്കയാത്രയിൽ എയർപോർട്ടിൽ വന്ന് മന്ത്രിയെ കണ്ടുകൊള്ളാമെന്ന ഉറപ്പിന്മേലായിരുന്നു ഈ പിന്മാറ്റം. ശ്രീവള്ളിപുത്തൂരിൽ ആഭ്യന്തരമന്ത്രിയും മറ്റും ഹെലികോപ്റ്ററിൽ ഇറങ്ങി. ഇനി കാർ മാർഗം 20 മിനിറ്റോളം സഞ്ചരിച്ചാൽ മാത്രമേ സ്വീകരണ സ്ഥലത്തെത്തൂ. നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടിരുന്ന കാറിൽ മന്ത്രി കയറുമ്പോൾ കുറേ അകലെ നിർത്തിയിട്ടിരുന്ന ഒരു ടെമ്പോ വാനിലിരുന്ന ഒരു മനുഷ്യൻ വയർലെസ് ഓൺ ചെയ്തു. യാത്ര തിരിക്കുന്നു. അത്രയും പറഞ്ഞിട്ട് അയാൾ വയർലെസ് ഓഫ് ചെയ്തു. മന്ത്രിക്ക് അകമ്പടിയായി 6 പോലീസ് വാഹനങ്ങളുണ്ടായിരുന്നു. 3 എണ്ണം മുന്നിലും 3 എണ്ണം പിന്നിലും. സ്വീകരണ സ്ഥലത്ത് ഈ സമയത്ത് തിരക്കേറുകയായിരുന്നു. മന്ത്രി വരില്ലെന്ന വിചാരത്തിൽ തിരികെ പോയി തുടങ്ങിയവർ അനൗൺസ്മെന്റ് കേട്ട് വീണ്ടും ഓടിയെടുക്കുവാൻ തുടങ്ങി. മന്ത്രിയെ സ്വീകരിക്കേണ്ടവരെയൊക്കെ ഒരു ഭാഗത്ത് പ്രത്യേകം നിർത്തിയിരിക്കുകയാണ്. അവർക്കപ്പുറത്തായി ശിവരംഗനും മീനുവും ആരെയോ പ്രതീക്ഷിക്കും പോലെ നിൽക്കുന്നു. ഹരിലാൽ എല്ലാവരുടെയും ചിത്രങ്ങൾ വീഡിയോ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. പൊടുന്നനെ വൈദ്യുതി ബന്ധം നിലച്ചു. ആകെ അന്ധകാരം. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്തു. അപ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു മീനു. ശിവരംഗന്റെ മുഖത്ത് ഒരു ഗൂഢ മന്ദസ്മിതമുണ്ടായി. മന്ത്രിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള വേദിയിൽ നിന്നും 10 മീറ്ററോളം അടുത്തുള്ള റോഡിലേക്ക് ചുവന്ന പരവതാനി വിരിച്ചിരുന്നു. സ്റ്റേജിന് തൊട്ടു താഴെ വച്ചാണ് സ്വീകരണം. കുറച്ചു പേർ ഒരു പനയുടെ മുകളിലിരുന്ന് ബൈനോക്കുലറിലൂടെ എല്ലാം വീക്ഷിക്കുകയും അപ്പോൾ തന്നെ ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ വന്യമായ തിളക്കമുണ്ടായി. എന്തെന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഞ്ചരിക്കുന്ന കാറും പൈലറ്റ് വാഹനങ്ങളും അടുത്തു വരുന്നത് അയാൾക്ക് കുറേ അകലെ നിന്ന് തന്നെ കാണാമായിരുന്നു. ഉടൻ അയാൾ വോക്കി ടോക്കിയുടെ ശിവരംഗനുമായി ബന്ധം പുലർത്തി. ഉച്ചഭാഷണിയുടെ ശബ്ദത്തിനിടയിൽ ശിവരംഗന്റെ കഴുത്തിൽ കിടന്നിരുന്ന മാലയുടെ ലോക്കറ്റിൽ നിന്നുയരുന്ന ശബ്ദം മറ്റാർക്കും കേൾക്കുവാൻ കഴിയുമായിരുന്നില്ല താനും. പൈലറ്റ് ജീപ്പുകൾ വഴിമാറി നിർത്തി. അതിൽ നിന്നും ചാടിയിറങ്ങിയ ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചുറ്റുപാടും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് പാതയരികിൽ നിലയുറപ്പിച്ചു. മന്ത്രി സഞ്ചരിച്ച വാഹനം പരവതാനി ആരംഭിക്കുന്നിടത്ത് വന്നു നിന്നപ്പോൾ ശിവരംഗന്റെ വലത് കൈ പാൻസിന്റെ കീശയിലേക്ക് നീണ്ടു. മന്ത്രി പരവതാനിയിലേക്ക് ഇറങ്ങി. DGP തൊട്ടടുത്തു തന്നെയുണ്ട്. ഭഗവാൻജി. ജനങ്ങൾക്കിടയിൽ നിന്നും ആരവങ്ങളുയർന്നു. അദ്ദേഹം അവർക്ക് നേരെ കൈ ഉയർത്തി വീശി. എങ്ങും പകൽ പോലെ വെളിച്ചം പരത്തിക്കൊണ്ട് നിൽക്കുന്ന ലൈറ്റുകൾ. മന്ത്രിയുടെ കൂടെ തന്നെയാണ് ഭരണകക്ഷിയിലെ ഒരു സീനിയർ നേതാവും നീങ്ങുന്നത്. മുൻമന്ത്രി മാത്രം എന്തോ ഇത്തിരി പിന്നിലായിപ്പോയി. ഭഗവാൻ സിംഗിനെ സ്വീകരിക്കാനുള്ളവർ നിരനിരയായി വന്നു. മന്ത്രി വേദിക്ക് താഴെയെത്തി. ഓരോരുത്തരായി അദ്ദേഹത്തെ ഹാരമണിയിച്ചു. ഈ അവസരത്തിൽ മുൻ സ്പീക്കറുടെ മകൾ സുഗന്ധവല്ലിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മീനു. സുഗന്ധവല്ലിയുടെ അമ്മയും തൊട്ടു മുന്നിലുണ്ട്. അവരും ഇത്തവണ ഇലക്ഷനിൽ മത്സരിക്കുന്നു. ഞാൻ ഭഗവാൻ പറ്റി ഒരു കവിത പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, സുഗന്ധവല്ലി മീനുവിനോട് പറഞ്ഞു. പിന്നെ ഈ ബൊക്കെ കൊടുക്കണം. മീനു ചിരിച്ചു. എൻ്റെ കൈവശം ഭഗവാൻജിക്ക് വേണ്ടി ആകെയുള്ളത് ഈ ജമന്തിമാല മാത്രമാണ്. സുഗന്ധവല്ലി പ്രീഡിയരിക്ക് പഠിക്കുകയാണ്. അവളുടെ അമ്മയുടെ ഊഴമായി അവർ ഭഗവാൻജിക്ക് മാലയണിച്ചു. പിന്നെ തൊഴുതു. ഈ രംഗമൊക്കെ തൊട്ടരികിൽ നിന്ന് തന്നെ ഹരിലാൽ വീഡിയോ ക്യാമറയിലാക്കുന്നു. സുഗന്ധവല്ലി ഭഗവാൻജിക്ക് ബൊക്കെ കൊടുത്തു. അനന്തരം ഹിന്ദി കവിത ചൊല്ലി. മന്ത്രി അവളുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. അടുത്ത ഊഴം മീനുവിന്. അവൾ ജമന്തിമാലയുമായി മുന്നോട്ട് നീങ്ങി. മീനു ജമന്തിമാല ഭഗവാൻജിയുടെ കഴുത്തിൽ അണിയിച്ചു. പിന്നെ കൈകൂപ്പി നമസ്തേ. ആ ക്ഷണം അവൾ താഴേക്ക് കുനിഞ്ഞു, ഭഗവാൻ സിംഗിൻ്റെ കാൽ തൊട്ട് വന്ദിക്കുവാൻ. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു DGP. മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ അലറി, സ്റ്റോപ്പ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട റിവോൾവറിന് തീത്തുപ്പാൻ കഴിഞ്ഞില്ല. കാരണം തൊട്ടപ്പുറത്തു നിന്നും ശിവരംഗൻ്റെ കയ്യിൽ സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റൾ തീ തുപ്പിയിരുന്നു. DGPയുടെ കൈപ്പത്തി തകർന്നുപോയി. താഴേക്ക് കുഞ്ഞ മീനു സാരിക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സ്വിച്ച് അമർത്തി. പെട്ടെന്ന് ഒരു ചെറിയ സ്ഫോടനം. അവളുടെ മുതുകിൽ നിന്നും തീൽക്കാരത്തോടെ എന്തോ മുന്നോട്ട് കുതിച്ചു. ആ! ഭഗവാൻ സിംഗിൻ്റെ അലർച്ച അവിടെ മുഴങ്ങി. അദ്ദേഹത്തിൻ്റെ വെളുത്ത കുപ്പായത്തിൽ 5 ദ്വാരങ്ങൾ വീണിരുന്നു. അതുവഴി ചോര പുറത്തേക്ക് ചീറ്റി. ബോംബ്! ബോംബ്! ആരോ വിളിച്ചു പറഞ്ഞു. ജനങ്ങൾ നാലുപാടും ചിതറി. എല്ലാം സെക്കൻഡുകൾക്കുള്ളിലാണ് നടന്നത്. DGP തൻ്റെ കൈ തകർന്നത് കണക്കിലെടുക്കാതെ മീനുവിനെ പിടിക്കുവാൻ കുതിച്ചു. അവളുടെ സാരിയുടെ ഒരു ഭാഗം മാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുരുങ്ങി. മീനു പാഞ്ഞു കഴിഞ്ഞിരുന്നു. ശിവരംഗൻ ഈ അവസരത്തിൽ പിസ്റ്റളിൻ്റെ പാത്തി കൊണ്ട് വീഡിയോഗ്രാഫർ ഹരിലാലിൻ്റെ ശിരസിൽ ഇടിച്ചു. അയാൾ പിന്നോട്ട് മറിഞ്ഞപ്പോൾ വീഡിയോ ക്യാമറയും കൈക്കലാക്കി ശിവരംഗനും രംഗത്തു നിന്ന് ഓളിയിട്ടു. അപ്പോൾ വീണ്ടും ലൈറ്റ് പോയി. പകുതി പേർക്ക് ഉണ്ടായതെന്താണെന്നറിയില്ല. ആൾക്കാർ കൂട്ടിമുട്ടി നിലം പതിച്ചു. അകലെ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു.
ആദ്യം ശിവരംഗനും അനന്തരം മീനുവും അകത്തേക്ക് കുതിച്ചു കയറുമ്പോൾ ഒരു വെടി പൊട്ടി. ഹാ! മീനു കാറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. ശിവരംഗൻ അവളെ അകത്തേക്ക് വലിച്ചിട്ട് ഡോർ അടച്ചു. ആ ക്ഷണം കാർ ഒരു വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. പിന്നാലെ എത്തിയ DYSP സത്യമൂർത്തി തൊട്ടടുത്ത് കടന്ന ജീപ്പിൽ ചാടിക്കയറി കാറിന് പിന്നാലെ വിട്ടു. അയാളായിരുന്നു മീനുവിനെ വെടിവെച്ചത്. യോഗസ്ഥലത്തെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കപ്പെട്ടു. അവിടെയെല്ലാം വെളിച്ചം നിറഞ്ഞപ്പോൾ കണ്ട കാഴ്ച. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആഭ്യന്തരമന്ത്രി ഭഗവന്ത് സിംഗ്. ആംബുലൻസ്, DGP വിളിച്ചു പറഞ്ഞു. ആൾക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് ആംബുലൻസ് എത്തി. കടവുളെ ചതിച്ചോ? നിലവിളി കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. ഓടി വരികയാണ് മുൻമന്ത്രി മരുതുമകൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വേഗം ആംബുലൻസിൽ കയറ്റി. മരുതുമകനും ഒപ്പം കയറി. പോലീസ് അകമ്പടിയോടെ മെഡിക്കൽ കോളേജിലേക്ക് അത് പാഞ്ഞുപോയി. രംഗം കണ്ട മുൻ സ്പീക്കറുടെ മകൾ സുഗന്ധവല്ലി സ്വബോധം നശിച്ച് തൻ്റെ മാതാവിൻ്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. ഈ സമയം ശിവരംഗനും മീനുവും കയറിയ വെളുത്ത അംബാസഡർ കാറിന് പിന്നാലെ മരണപ്പാച്ചിൽ നടത്തുകയായിരുന്നു DYSP സത്യമൂർത്തി. നീണ്ടുകിടക്കുന്ന പാതയിലൂടെ ആക്സിലേറ്ററിൽ കാൽ പൂർണ്ണമായും അമർത്തിക്കൊണ്ടുള്ള പാച്ചിൽ. ഇടയ്ക്ക് ഒരു പട്ടി റോഡിന് കുറുകെ ചാടി. ഫുട്ബോൾ പോലെ അത് തെറിച്ചുപോയി. കാറിനുള്ളിൽ കിടന്ന് പിടയുകയായിരുന്നു മീനു. അവളുടെ തോളിലിന് നുറുങ്ങുന്ന വേദന. ശിവരംഗൻ്റെ കൈപ്പടത്തിലേക്കും രക്തം പടർന്നു. സാരമില്ല, അയാൾ ആശ്വസിപ്പിച്ചു. ഏതായാലും ലക്ഷ്യം നേടിയല്ലോ. ഒപ്പം അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആർക്കോ വയർലെസ് മെസ്സേജ് കൊടുത്തു. 4ാമത്തെ തവണയാണ് അയാളത് ആവർത്തിക്കുന്നത്. എന്നാൽ സത്യമൂർത്തി ഇതിനിടെ തൻ്റെ വയർലെസ് തപ്പി. അത് നഷ്ടമായി കഴിഞ്ഞിരുന്നു. ജീപ്പിൽ വയർലെസ് സെറ്റ് ഇല്ലതാനും. എതിരെ അതിവേഗം വരുന്ന ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ കണ്ടു. കാറിന് അത് ഡിം ചെയ്തു കൊടുത്തു. എന്നാൽ ജീപ്പിനെ അത് അവഗണിച്ചു. സത്യമൂർത്തിയുടെ കണ്ണുകളിൽ ശക്തമായ വെളിച്ചം തുളഞ്ഞിറങ്ങി. അയാൾക്ക് ബ്രേക്ക് അമർത്താൻ പോലും സമയം കിട്ടിയില്ല. ആ ടാങ്കർ ലോറി ജീപ്പിൽ വന്നിടിച്ചു. ജീപ്പ് റോഡിൽ കളക്കം മറിഞ്ഞു. പിന്നെ തെറിച്ചു ഒരു വൃക്ഷത്തിലിടിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ സജ്ജമാക്കിയിരിക്കുന്നു. വിദഗ്ധരായ ഡോക്ടർമാർ കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കി. മരിച്ചു കഴിഞ്ഞിരുന്നയാളെ എങ്ങനെ ജീവിപ്പിക്കുവാൻ? 5 ചെറിയ റോക്കറ്റുകളായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്ന ഉരുക്കു കവചം ഭേദിച്ച് മാറിടത്തിൽ കടന്നത്. അവയിൽ ഒരെണ്ണം ഹൃദയത്തെ അപ്പാടെ തകർത്തിരുന്നു. കൂടാതെ റോക്കറ്റുകൾക്കുള്ളിൽ അടങ്ങിയിരുന്നത് മാരകമായ വിഷവും. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഭഗവന്ത് സിംഗിൻ്റെ ശരീരം കറുത്ത് കരുവാളിച്ചിരുന്നു. 1.5 ഇഞ്ച് നീളമേ റോക്കറ്റുകൾക്കുണ്ടായിരുന്നുള്ളൂ. ഒരു നിമിഷം മുമ്പ് തനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മന്ത്രിയെ രക്ഷിക്കാമായിരുന്നുവെന്ന് DGP സുബ്രഹ്മണ്യന് തോന്നി. ആ യുവതി കുനിഞ്ഞപ്പോൾ മുതുകിൽ എന്തോ മോഴിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് താൻ റിവോൾവർ എടുത്തത്. പക്ഷേ തൻ്റെ ഓരോ നീക്കങ്ങളും മറ്റാരോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് വ്യക്തം. തങ്ങൾക്കിടയിലെല്ലാം കൊലയാളികൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലത് കൈ ഡ്രസ് ചെയ്തു. മന്ത്രിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഡൽഹിക്ക് മെസ്സേജ് പോയി. ഒപ്പം തമിഴ്നാട്ടിൽ നിന്നും പുറത്തേക്കുള്ള എല്ലാ മാർഗങ്ങളും അടച്ചു. കൊലയാളികൾ പുറത്തു പോകാൻ പാടില്ല. രാത്രിയിൽ തന്നെ ഡൽഹിയിൽ നിന്നും പ്രത്യേകമായി ചാർട്ട് ചെയ്ത ഒരു വിമാനം പല പ്രമുഖരെയും കയറ്റി തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. നേരം പുലരും മുമ്പ് മന്ത്രിയുടെ മരണവാർത്ത ഭാരതം മുഴുവൻ അറിഞ്ഞു. എല്ലായിടത്തും ഗതാഗതം സ്തംഭിക്കപ്പെട്ടു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. 7 ദിവസത്തെ ദുഃഖാചരണം. മന്ത്രിയുടെ മരണവാർത്തയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഏറെയുണ്ടായി. കൊലപാതകം ഏറ്റെടുക്കാൻ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ 4 ഭീകരവാദി സംഘടനകൾ മുന്നോട്ട് വന്നു. കൊലയാളികൾ ആര്? തമിഴ്നാട് പോലീസ് ഉണർന്നു. മന്ത്രിയുടെ ശവശരീരം ഡൽഹിക്ക് കൊണ്ടുപോയി. DGP സുബ്രഹ്മണ്യൻ വീഡിയോഗ്രാഫർ ഹരിലാലിനെ ചോദ്യം ചെയ്തു. സത്യം പറയടാ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ എവിടെ? പോലീസ് ഉദ്യോഗസ്ഥന്മാർ അയാളെ വളഞ്ഞു. പൊന്നേമാമാരെ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ആ ക്ഷണം പിടലിക്ക് അടി വീണു. നീയും അവളും കൂടി ഒന്നിച്ച് നടന്നിട്ടുണ്ടല്ലോ. അത് സത്യമാ. ചടങ്ങുകളുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ നിർബന്ധിക്കുകയായിരുന്നു. ഹരിലാൽ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും അവരോട് പറഞ്ഞു. അവളുടെ പേരെന്താണടാ? മീനു. അവൻ്റെയോ? ശിവരംഗൻ. അവർക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളതെന്ന് പറയൂ. ഹരിലാൽ തനിക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഓർത്തിട്ട് എന്നവണ്ണം കൂടി കൂട്ടിച്ചേർത്തു. ശിവരംഗൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ട് അയാൾ എല്ലായ്പ്പോഴും കണ്ണട വച്ചിരിക്കും. അതൊരു നല്ല തെളിവാണ്. ഉടൻ എല്ലാ കേന്ദ്രങ്ങളിലേക്കും മെസ്സേജ് പോയി. ഒറ്റക്കണ്ണനും യുവതിയും. എയർപോർട്ടിനരികിലുള്ള ചെറിയ ഹോട്ടലിൽ പ്രഭാതം കാത്തുകൊണ്ട് വെറുതെ കുത്തിയിരുന്നു അശ്വതിയും മോഹനും. ബോംബെക്ക് പോകുവാനുള്ള പദ്ധതികൾ പൊളിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഒറ്റ വാഹനം പോലും പുറത്തേക്ക് വിടുന്നില്ല. നഗരം മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. പുലികൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്, അശ്വതി പറഞ്ഞു. നമ്മൾ വനത്തിൽ വെച്ച് കണ്ട ആ പ്രതിമയിലെ പരീക്ഷണം ഇതിൻ്റെ മുന്നോടിയായിരിക്കണം. മോഹൻ തലയിളക്കി. അകലിൽ നിന്നും പോലീസ് വാഹനങ്ങൾ പാഞ്ഞെടുക്കുന്നത് ജനാലയിലൂടെ ഇരുവരും കണ്ടു. കൊലപാതകികളെ തേടിയുള്ള പുറപ്പാടാവും. മോഹൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി കണ്ണടയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നാൽ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങൾ ഹോട്ടൽ വളപ്പിലേക്ക് പാഞ്ഞു കയറി. ഞൊടിയിടയിൽ ആയുധമേന്തിയ പോലീസുകാർ ഹോട്ടൽ വളഞ്ഞു. കൊലയാളികൾ ആരോ ഇവിടെയുണ്ടെന്ന് തോന്നുന്നു. മോഹൻ വാതിൽക്കലേക്ക് ചെന്നു. തൊട്ടുമുന്നിൽ റിവോൾവർ ചൂണ്ടിയ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് മോഹൻ ഞെട്ടി. യു ആർ അണ്ടർ അറസ്റ്റ്. ഇടിവെട്ടും പോലെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സ്വരം മോഹൻ്റെ കാതിൽ പതിഞ്ഞു.
മോഹൻ്റെ നേരെ റിവോൾവർ ചൂണ്ടി നിൽക്കുന്ന പോലീസ് ഓഫീസർ കണ്ടപ്പോൾ അശ്വതിയുടെ ഹൃദയത്തിൽ പിടച്ചിലുണ്ടായി. സാർ, മോഹന് യാതൊന്നും പിടികിട്ടിയില്ല. റാസ്കൽ, നടക്കട പുറത്തേക്ക്, നീയും ഇറങ്ങി വാടി. അയാൾ അശ്വതിയെ നോക്കി. അയാൾക്കു പിന്നിൽ വീണ്ടും പോലീസുകാർ അണിചേർന്നു. സാർ, ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. മോഹൻ പൂർത്തിയാക്കുവാൻ അയാൾ സമ്മതിച്ചില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി തരാളോ. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്തെന്ന് പറയാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. അശ്വതിയാണ് പറഞ്ഞത്. പോലീസ് ഓഫീസർ ശിരസിളക്കി. ഭഗവാൻജിയെ വധിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചാൽ പിടികൂടുകയില്ലെന്ന് കരുതിയോ? അത്രയ്ക്ക് കഴിവില്ലാത്തവരല്ല തമിഴ്നാട് പോലീസുകാർ. രണ്ടും പുറത്തേക്ക് നടക്ക്. ഭഗവാൻജിയെ ഞങ്ങൾക്കൊന്നെന്നോ? മോഹൻ അമ്പരന്നു. യെസ്. അയാൾ കൈവിരലുകൾക്കിടയിലിട്ട് റിവോൾവർ കറക്കി. ഇപ്പോൾ വേണമെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താമെന്ന് മോഹൻ കണക്കുകൂട്ടി. പക്ഷേ എന്തിന്? ഹരിലാലിൽ നിന്നും നിങ്ങൾ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന വീഡിയോ ക്യാമറ കൂടി എടുത്തോളൂ. ഏത് ഹരിലാൽ? ഞങ്ങൾക്ക് അങ്ങനെയൊരാളെ അറിയുക പോലുമില്ല സാർ. സെർച്ച്. കൂടെ നിന്നവരെ നോക്കി അയാൾ അലറി. അവർ അകത്തേക്ക് പാഞ്ഞു കയറി മുറി മുഴുവൻ പരിശോധിച്ചു. അവരുടെ ബാഗുകളിൽ നിന്നും തോക്കുകളും ചെറിയ ബോംബുകളും ഒക്കെ കണ്ടെടുത്തു. ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതിയല്ലേടാ? ചോദ്യത്തിന് പിന്നാലെ SI ശങ്കർകാന്ത് ഒറ്റയടി. മോഹൻ ഒന്ന് വട്ടം കറങ്ങി. വേച്ചുപോയ അയാളെ അശ്വതി താങ്ങി. ഒപ്പം രോഷത്തോട് അലറി. ഇൻസ്പെക്ടർ, നിങ്ങൾ ഒന്നോർത്തോളൂ. ഞങ്ങളുടെ ശരീരം വേദനിപ്പിച്ചിട്ടുള്ളവരൊക്കെ അതിൻ്റെ ഫലം അറിഞ്ഞിട്ടുമുണ്ട്. വായടക്കടി നായെ. ശങ്കർകാന്ത് പല്ല് കടിച്ചു. അശ്വതിയും മോഹനും മുഖാമുഖം നോക്കി. പോലീസിന് കീഴടങ്ങണമോ വേണ്ടയോ? ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അത്ര മോശമല്ല. ഇപ്പോൾ രക്ഷപ്പെട്ടാലും ഭാരതത്തിൽ എവിടെ നിന്നായാലും ഇവർ തങ്ങളെ പൂക്കും. യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. നടക്കട പുറത്തേക്ക്. ശങ്കർകാന്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ചിന്ത വിട്ടുണർന്നു. സർ, ഒന്ന് ചോദിച്ചോളട്ടെ? മോഹൻ കഴിയുന്നത്രയും ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഈ ഹരിലാൽ എന്ന് പറയുന്ന ആളിനെ ഒന്ന് കാണാൻ എന്താണ് മാർഗം? എന്തിനാ? ഞങ്ങളാണോ അവൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ക്യാമറ വാങ്ങിയതെന്ന് അറിയാമല്ലോ. ശങ്കർകാന്ത് ആലോചിച്ചു. പിന്നെ പെട്ടെന്ന് പറഞ്ഞു. അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ വേണ്ടത്ര തെളിവുകൾ നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ശങ്കർകാന്തിൻ്റെ ഉള്ളിലിരിപ്പ് മോഹന് മനസ്സിലായി. കാര്യം എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വധിച്ചവരെ ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന ക്രെഡിറ്റ് നേടാനുള്ള നീക്കമാണ്. നടക്ക്. അയാൾക്ക് ധൃതിയായിരിക്കുന്നു. ഇനി തൽക്കാലം എതിർക്കുന്നതിൽ അർത്ഥമില്ലെന്ന് വിചാരിച്ച് അശ്വതിയും മോഹനും അവരോടൊപ്പം പോലീസ് ജീപ്പിൽ കയറി. പൊടി പറത്തിക്കൊണ്ട് അത് പാഞ്ഞുപോയി. സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ പരിഭ്രാന്തരായ പോലീസുകാർ അങ്ങിങ്ങ് നടക്കുകയായിരുന്നു. എന്തുണ്ടായാലോ? മുന്നിൽ വന്ന കോൺസ്റ്റബിൾസിനോട് ഉദ്വേഗപൂർവ്വം ശങ്കർകാന്ത് തിരക്കി. ഹരിലാലിനെ വെടിവെച്ച് കൊന്നു. എന്ത്? ഇൻസ്പെക്ടർ ഞെട്ടി. ആര്? അയാൾ ആ സ്റ്റേഷനിലെ തന്നെ ഒരു കോൺസ്റ്റബിളിൻ്റെ പേര് പറഞ്ഞു. ഒരു തവണ കൂടി ഇൻസ്പെക്ടർ ഞെട്ടി. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത്? അറിഞ്ഞുകൂടാ സാർ. വെടിവെച്ച് കൊന്നയുടനെ അയാളുടെ പോക്കറ്റിൽ നിന്നും എന്തോ എടുത്തു വിഴുങ്ങി. ഉടനെ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. ഇൻസ്പെക്ടർ അകത്തേക്ക് ഓടി. മറ്റുള്ളവർ അശ്വതിയെയും മോഹനെയും അകത്തേക്ക് നടത്തി. അവിടെ ഉണ്ടായിരുന്നവർ ഇരുവരെയും തുറച്ചു നോക്കി. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു സ്റ്റേഷനുള്ളിൽ. ഒരാൾ ലോക്കപ്പിലും ഒരാൾ പുറത്തും മരിച്ചു കിടക്കുന്നു. ആകെ 2 സെല്ലുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അശ്വതിയെയും മോഹനെയും ഒരെണ്ണത്തിലാക്കി. പത്ര റിപ്പോർട്ടർമാരും ഫോട്ടോഗ്രാഫർമാരുമൊക്കെ പാഞ്ഞെത്തി. മരിച്ചു കിടക്കുന്നവരുടെയും അശ്വതിയുടെയും മോഹൻ്റെയും അവരെ കസ്റ്റഡിയിലെടുത്ത ഇൻസ്പെക്ടറെയും ഒക്കെ ഫോട്ടോകൾ അവർ എടുത്തു. ഇനി ഇതൊക്കെ എങ്ങനെ ആയിത്തീരുമെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല മോഹൻ. അശ്വതിയുടെ ധൈര്യമൊക്കെ എവിടെയോ പോയി മറിഞ്ഞിരുന്നു. എൻ്റെ ഒറ്റക്കണ്ണാണ് നമ്മളെ ചതിച്ചത്. പോലീസുകാരുടെ സംസാരത്തിൽ നിന്നും മോഹൻ അത് പിടികിട്ടി. മൃതദേഹങ്ങൾ സ്റ്റേഷനിൽ നിന്നും മാറ്റി. എന്തിനാടാ ഞങ്ങളെ കോൺസ്റ്റബിളിനെ കൊണ്ട് ഹരിലാലിനെ കൊലപ്പെടുത്തിയത്? ഇൻസ്പെക്ടർ മോഹനെ നോക്കി അലറി. അയാൾ മിണ്ടിയില്ല. എന്ത് പറഞ്ഞാലും പ്രയോജനമില്ലെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. ഭഗവത് സിംഗിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്തുവെന്ന വാർത്ത പ്രചരിച്ചതോടെ പോലീസ് സ്റ്റേഷന് പുറത്ത് രോഷാകുലമായ ജനക്കൂട്ടം ബഹളം വച്ചു. ആൾക്കാർ കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നിയതിനാൽ ശങ്കർകാന്ത് കൂടുതൽ പോലീസിനെ വരുത്തി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേഷനിലെത്തി. അവൻ ശങ്കർകാന്തിനെ പുകഴ്ത്തി. 4 തവണ സസ്പെൻഷൻ വാങ്ങിച്ചിട്ടുള്ള ശങ്കർകാന്ത് അങ്ങനെ മതിപ്പുള്ളവനായി. പ്രതികളെ അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പമാണെന്ന് ഉന്നത അധികാരികൾക്ക് തോന്നി. ആയതിനാൽ അവരെ കനത്ത പോലീസ് സന്നാഹത്തോടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി. അവിടെ 2 സെല്ലുകളായി പാർപ്പിച്ചു. രാത്രി ഒരാൾ വന്ന് സെല്ല് തുറന്നു. അയാൾക്ക് പിന്നിൽ തോക്കു ചൂണ്ടിയ മറ്റു 2 പേരുണ്ടായിരുന്നു. ഇറങ്ങി വേടാ. മോഹൻ പുറത്തു വന്നു. അപ്പുറത്ത് സെല്ലിൻ്റെ വാതിൽക്ക് നിന്ന് അശ്വതി എത്തി നോക്കി. ഒരു ഇരുട്ടുമുറിയിലാണ് അവർ മോഹനെ എത്തിച്ചത്. പിന്നെ നടന്നതൊക്കെ വളരെ വേഗത്തിലായിരുന്നു. ഇരുളിൽ ആരോ കാത്തു നിന്നുവെന്ന് മോഹന് തോന്നി. ഞൊടിയിടയിൽ അയാളെ അവർ എവിടെയോ കിടത്തി ബന്ധിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുകളിൽ ഒരു സ്പോട്ട് ലൈറ്റ് കത്തി. ചുവന്ന ലൈറ്റ്. അത് സാവധാനം താണു വന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും ഏതാണ്ട് 4 അടി ഉയരത്തിൽ അത് നിന്നു. അസഹ്യമായ ചൂട്. ഒറ്റ കണ്ണുകൊണ്ട് മോഹൻ ചുറ്റും നിൽക്കുന്നവരെ നോക്കി. ഒന്നും പറയാതെ അവരെല്ലാം പിൻവാങ്ങി. ഒന്നനങ്ങുവാൻ കൂടി കഴിയുന്നില്ല. ചൂട് കാരണം ശരീരത്തിലെ ജലാംശമെല്ലാം വറ്റി നിമിഷങ്ങൾക്കുള്ളിൽ താൻ മരിച്ചു പോകുമെന്ന് മോഹന് തോന്നി. ഏതാണ്ട് അരമണിക്കൂർ അങ്ങനെ കിടന്നു കാണും. തൻ്റെ സ്വബോധം നശിക്കുകയാണോ എന്ന് അയാൾ സംശയിച്ചു. ആരോ നടന്നു വരുന്ന ശബ്ദം. തല തിരിച്ചു നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് കഴിഞ്ഞില്ല. അയാൾക്ക് ചുറ്റും ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിന്നു.
ലൈറ്റ് മുകളിലേക്ക് ഉയർന്നു. അയാൾ കണ്ണ് അടച്ചിരിക്കുകയായിരുന്നതിനാൽ അല്പം ജലം പഞ്ഞിയിൽ മുക്കി ഇടത് കണ്ണിൻ്റെ ഭാഗത്ത് വെച്ചു. അസ്പഷ്ടമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മോഹൻ കണ്ണു തുറന്നു. എങ്കിലും മുഖങ്ങളൊന്നും വ്യക്തമല്ലായിരുന്നു. നിന്റെ പേരെന്താടാ? ഒരാൾ തിരക്കി. മോഹൻ. അപ്പോൾ ശിവരങ്കനോ? അതറിയില്ല. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ പാതകം ചെയ്തത്? അതിന് നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടി? സത്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളല്ല ആഭ്യന്തരമന്ത്രിയെ കൊന്നത്. റോക്കറ്റ് സിസ്റ്റത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന മീനു കുറ്റം സമ്മതിച്ചല്ലോ. നിങ്ങൾ ഇരുവരും ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കിയത് മുതൽ തുറന്നു പറഞ്ഞു. മീനു ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അശ്വതിയാണ്. വീഡിയോ ക്യാമറ ഇപ്പോൾ എവിടെയുണ്ട്? അറിയില്ല. ഈ കൃത്യത്തിന് നിങ്ങളെ ഇവിടെ ആരൊക്കെ സഹായിച്ചു? അതായത് രാഷ്ട്രീയപരമായി ആരെങ്കിലും? ഞങ്ങൾക്കറിയില്ലടോ പട്ടികളെ. സത്യം പറഞ്ഞാലും നീയൊന്നും വിശ്വസിക്കില്ലെങ്കിൽ കൊന്നു തിന്നടാ. അസഹ്യതയോടെ മോഹൻ അലറി. ഒരാളുടെ കൈ മോഹൻ്റെ മുടിയിൽ പരതി. പിന്നെ മുറുകി ഒറ്റവലി. തൻ്റെ ശരീരത്തിലെ തൊലി കൂടി പിളർന്നു മാറിയെന്ന് മോഹന് തോന്നി. അയാളുടെ നിലവിളി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. നിന്നെ ഞങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലും. അല്ലെങ്കിൽ മുഴുവൻ സത്യങ്ങളും തുറന്നു പറഞ്ഞോളൂ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അലറി. 2 അടി നീളമുള്ള ഇരുമ്പ് വടി കൊണ്ട് അവർ അയാളുടെ കാലുകളിൽ അടിച്ചു. പോലീസ് ഓഫീസർ കൈ ഉയർത്തിയപ്പോൾ മറ്റുള്ളവർ അടി നിർത്തി. ബോധമറ്റ് അയാൾ കിടന്നു. ഒരു ബക്കറ്റ് തണുത്ത ജലം ശിരസിലൂടെ ഒഴിച്ചപ്പോൾ ബോധം വീണ്ടും കിട്ടി. ഇനി മേല് നോവരുതെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. മന്ത്രിയെ വധിക്കുവാൻ ആരെയൊക്കെയാണ് നിങ്ങളെ സഹായിച്ചത്? എന്നെ കൊന്നതുകൊണ്ട് പോലും പ്രയോജനമില്ല. എന്തെന്നാൽ ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ഞങ്ങൾ ശിവരങ്കനും മീനുവുമല്ല, അശ്വതിയും മോഹനുമാണ്. ഈ ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ പേര് മാറ്റിയതാണെന്ന് ഞങ്ങൾക്കറിയാമിടാ. നിങ്ങളെ അറിയാവുന്ന 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഹരിലാൽ, അയാളെ നിങ്ങൾ ഒതുക്കി. പിന്നൊന്ന് DYSP സത്യമൂർത്തി. ജീപ്പ് ആക്സിഡൻറ്റിൽ സ്വബോധമില്ലാതെ മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അദ്ദേഹത്തിനും നിങ്ങളറിയാം. സർ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആ നിമിഷം അയാളുടെ കാൽവളയിൽ ചൂരൽ കൊണ്ടുള്ള അടി വീണു തുടങ്ങി. മോഹനെ എവിടെ കൊണ്ടുപോയിരിക്കുകയാണെന്ന് ചിന്തിച്ച് അശ്വതി വിഷമിക്കുമ്പോഴാണ് SI ശങ്കർകാന്തും മറ്റും ചിലരും വന്ന് സെല്ലിൻ്റെ വാതിൽ തുറന്നത്. അവളെ നോക്കി ശങ്കർകാന്ത് വെളുക്കെ ചിരിച്ചു. വാ വാ, ഇറങ്ങി വാ. ഒത്തിരി കാര്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. അവർ അവളെ മറ്റൊരു ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. വിശാലമായൊരു ഹാൾ. കസേരയിൽ ചേർത്ത് ഇരുത്തിയിട്ട് കൈകളും കാലുകളും അതിൽ തന്നെയുണ്ടായിരുന്ന ക്ലിപ്പിൽ ഉറപ്പിച്ചു. ഇപ്പോൾ അവൾക്ക് തലയും കഴുത്തും മാത്രം ചലിപ്പിക്കാം. മീനു, ഒരു കാര്യം ചെയ്യ്. നടന്നത് എന്താണെന്ന് ഞങ്ങളോട് പറ. ശങ്കർകാന്ത് ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മീനുവല്ല. പേരെന്തുമാട്ടെ, ആ റോക്കറ്റ് സിസ്റ്റം ആരാണോ ഉപദേശിച്ചു തന്നത്? ഞങ്ങൾക്കിതൊന്നും അറിയില്ല സാർ. നീ ശ്രീവള്ളിപുത്തൂരിൽ പലതവണ കാറിൽ വന്നിട്ടില്ലേ? പത്രപ്രവർത്തക എന്ന വ്യാജേന നിന്റെ കൂടെ ആ ഒറ്റക്കണ്ണനുണ്ടായിരുന്നു. സാറിന് ആള് തെറ്റിയതാണ്. അത് ഞങ്ങളല്ല. ആണോന്ന് ഞാനൊന്ന് നോക്കട്ടെടി. പറഞ്ഞതും അയാൾ അവളുടെ കരണത്തടിച്ചു. പെട്ടെന്ന് പിന്നിലൊരു ആരവം. ശങ്കർകാന്ത് തിരിഞ്ഞു നോക്കി. ആയുധമേന്തിയ ഒരു സംഘം പോലീസുകാർ പാഞ്ഞു വരുന്നു. കാര്യം എന്തെന്ന് തിരക്കുന്നതിന് മുമ്പ് ശങ്കർകാന്തിൻ്റെ മേൽ അടി വീണു. അവിടെയുണ്ടായിരുന്നവർ ചിതറിയോടി. നിമിഷങ്ങൾക്കുള്ളിൽ അശ്വതി മോചിപ്പിക്കപ്പെട്ടു. ചകിതയായി അവൾ നോക്കുമ്പോൾ മുന്നിൽ പരിചയമുള്ള ഒരു മുഖം കണ്ടു. മാരിയപ്പൻ. ഈ സമയം തങ്കവേലുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് വേഷം ധരിച്ചവർ സ്വബോധമില്ലാതെ കിടന്നിരുന്ന മോഹനയെ സമീപിച്ചിരുന്നു. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പോകും മുമ്പ് അവർ അവിടുത്തെ വയർലെസ് യന്ത്രങ്ങളും ടെലിഫോൺ കണക്ഷനുമെല്ലാം വിച്ഛേദിച്ചു. 50 പേരിലധികം വരുന്ന ആ സംഘം അശ്വതിയെയും മോഹനയെയും കൊണ്ട് ജീപ്പുകളിൽ കയറി. ശെൽവപ്രഭുവിൻ്റെ അധോലോകത്തിലേക്ക് അവർ മടങ്ങി. ഇന്ത്യയിൽ നിന്നിറങ്ങിയ എല്ലാ പത്രങ്ങളിലും അവിടുത്തെ ദിവസത്തെ മുഖ്യ വാർത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. എന്നാൽ പത്രങ്ങൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ രക്ഷപ്പെട്ട വിവരം മാത്രം ചുരുക്കം ചില തമിഴ്നാട് പത്രങ്ങളുടെ ലാസ്റ്റ് എഡിഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒപ്പം അശ്വതിയുടെയും മോഹൻ്റെയും ഫോട്ടോയും ഉണ്ടായിരുന്നു. പത്രക്കാർ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് പലതും എഴുതി. നിറം ചേർത്ത കഥകൾ. അശ്വതിയും മോഹനും LTTEയുടെ പ്രവർത്തകരാണെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചാരപ്രവൃത്തി നടത്തുന്നവരാണെന്നും ഒക്കെ വാർത്ത വന്നു. അതല്ല, പാകിസ്ഥാൻ്റെ അനുസരണമാണ് അവർ ആഭ്യന്തരമന്ത്രിയെ കൊലപ്പെടുത്തിയെന്നും എഴുതിയവരുണ്ട്. മോഹനെ തമിഴ്നാട് അധോലോകത്തിൻ്റെ രഹസ്യ ഹോസ്റ്റലിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാക്കിയിരിക്കുകയാണ്. അവിടെ അയാളെ പരിചരിക്കാൻ പ്രത്യേക ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ഇതുവരെയും മോഹന് സ്വബോധം വീണ്ടും കിട്ടിയിട്ടില്ല. എങ്കിലും അയാൾക്ക് കുഴപ്പമൊന്നും സംഭവിക്കില്ലെന്ന് ഡോക്ടർമാർ ശെൽവപ്രഭുവിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മിസ്റ്റർ പ്രഭു, ഏതായാലും ഇത്രയുമായി ഇവിടെ നിന്നും മടങ്ങിപ്പോകും മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കൊലയാളികളെ പോലീസിന് കാട്ടിക്കൊടുക്കാതെ ഞങ്ങൾ മടങ്ങില്ല. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. പ്രഭുവും അവളുടെ അഭിപ്രായത്തോട് യോജിച്ചു. അതിനായി നിങ്ങൾക്ക് എന്ത് സഹായവും ചെയ്തു തരുവാൻ എൻ്റെ ആൾക്കാരുണ്ടാവും. താങ്ക് യു. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. മോഹന് സ്വബോധം വീണ്ടും കിട്ടി. അയാളെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും മാറ്റി. മോഹനും അശ്വതിയും വളരെ നേരം സംസാരിച്ചിരുന്നു. പത്രങ്ങളിൽ പുതിയ വാർത്ത വന്നു. ശിവരങ്കനും മീനുവും കടൽ മാർഗം ശ്രീലങ്കയ്ക്ക് കടന്നുവെന്ന്. തമിഴ്നാട്ട് അതിർത്തിയിൽ നിന്നും രാത്രിയിൽ ഒരു സ്പീഡ് ബോട്ട് ശ്രീലങ്കയ്ക്ക് കുതിക്കുന്നത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ചിലർ കണ്ടുപോലും. അതല്ല, അവർ തമിഴ്നാട്ടിൽ തന്നെയുണ്ടെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം.
അതുകൊണ്ട് തന്നെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ അന്യദേശക്കാരെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരുന്നു, പ്രത്യേകിച്ചും ഒറ്റക്കണ്ണുള്ള പുരുഷന്മാരെ. രാജ്യം മുഴുവൻ തമിഴ്നാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന 7 ദിവസത്തെ ദുഃഖാചരണവും അവസാനിച്ചു. ജനജീവിതം വീണ്ടും പഴയ നിലയിലേക്ക് മടങ്ങി വരികയായിരുന്നു. തമിഴ്നാട്ടിലെ റോഡിലൂടെ അപ്പോഴും ഇടതടവില്ലാതെ പോലീസ് വാഹനങ്ങളുടെ മോളിൽ കേൾക്കാം. ഏത് നിമിഷവും എവിടെയും റെയ്ഡ് നടക്കാം. അശ്വതിയുടെ നിർദ്ദേശാനുസരണം തങ്കവേലുവും മാരിയപ്പനും ചില അന്വേഷണങ്ങളിലായിരുന്നു. അതേസമയം ചില അജ്ഞാതർ അശ്വതിയെയും മോഹനെയും വകവരുത്തുവാൻ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ ചാർജ് അവരുടെ മരണത്തോടെ എന്നേക്കുമായി അവസാനിക്കുമെന്നും തങ്ങൾക്ക് പഴയ രൂപത്തിൽ തന്നെ താമസിക്കാമെന്നും അവർ കരുതി. മാത്രമല്ല, അശ്വതിയെയും മോഹനെയും കുറിച്ച് അവർക്ക് ബോംബെയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ അവർ വളരെ അപകടകാരികളാണെന്നുമായിരുന്നു. ആ നിലയ്ക്ക് അവരെ വധിച്ചില്ലെങ്കിൽ അറിയാതിരിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വന്നേക്കും. മാരിയപ്പനും തങ്കവേലുവും പല കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ അശ്വതിയുടെ അരികിലെത്തിച്ചു. തൻ്റെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റുന്ന വിധത്തിൽ അമ്പരിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാണ് സംഗതികളുടെ പോക്കെന്ന് അശ്വതിക്ക് ഉറപ്പായി. തനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവൾ പുറത്തു നിന്നും സംഘടിപ്പിച്ചു. മോഹൻ അയാളുടെ കിടക്കയിലിരുന്നുകൊണ്ട് അവൾ ആ കൈകൾ കവർന്നു. ഞാൻ ഇന്ന് തുടങ്ങുകയാണ്. മോഹൻ ഇവിടെ നിന്ന് എനിക്ക് മുമ്പ് ഞാൻ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കും. അതാവത്താണ് അശ്വതി. ഞാൻ കൂടി സഹായിക്കാറായിട്ട്. വേണ്ട, അവൾ തടഞ്ഞു. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. തമിഴ്നാട്ടിൽ ചോരപ്പുഴുക്കൾ ഒഴുകിയാലും എത്ര പേരെ അനാഥരാക്കിയാലും ഞാൻ ലക്ഷ്യം നിറവേറ്റും. സത്യം. അവൾ ഒരു നിമിഷം തൻ്റെ പഴയ ഗുരുവിനെ മനസ്സിൽ കണ്ടു. വനത്തിലെ കഠിനമായ പരിശീലനങ്ങൾ ഓർത്തു. മോഹനെ ഒന്നുകൂടി നോക്കിയിട്ട് പുറത്തേക്ക് പോയി. അന്ന് രാത്രി തമിഴ്നാട് അധോലോകത്തു നിന്നും ഒരു പോലീസ് ജീപ്പ് പുറത്തേക്ക് പാഞ്ഞു. അതിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വനിതാ SI. ഏതോ അജ്ഞാത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. വഴിമധ്യേ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതും റോഡരികിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കൈ കാണിക്കുന്നതും കണ്ടപ്പോൾ അശ്വതിയുടെ മനസ്സ് പിടഞ്ഞു. അശ്വതിയുടെ തലച്ചോറിലൂടെ പലവിധ ചിന്തകൾ പാഞ്ഞുപോയി. താൻ ജീപ്പ് നിർത്തിയാൽ അവർ തന്നെ കുരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് ഒരുപക്ഷെ തനിക്ക് മോഹൻ്റെ അരികിൽ തിരികെ എത്തുവാൻ കഴിഞ്ഞെന്നും വരില്ല. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണുക തന്നെ. അശ്വതി വേഗത കുറച്ചില്ല. പകരം ആക്സിലേറ്ററിൽ പൂർണ്ണമായും കാലമർത്തി. ചെക്ക് പോസ്റ്റിനരികിൽ നിന്നിരുന്ന പോലീസുകാരുടെ നെറ്റിച്ചുളിഞ്ഞു. സ്റ്റോപ്പ് സ്റ്റോപ്പ്! അവർ കൈ ഉയർത്തി കാണിച്ചു. SIയുടെ കയ്യിൽ റിവോൾവർ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അത് ഉപയോഗിക്കാൻ കഴിയും മുമ്പ് ക്രോസ് ബാർ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ജീപ്പ് പാഞ്ഞുപോയി. അതിനിടെ ജീപ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇരിക്കുന്നതെന്നും ജീപ്പ് പോലീസിൻ്റെതാണെന്നും അവർ കണ്ടു. അതിനെ പിന്തുടരണോ വേണ്ടയോ എന്ന് അവർ ചിന്തിച്ചപ്പോഴേക്കും അശ്വതി 1 കിലോമീറ്ററിലധികം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഈ അവസരത്തിൽ റോഡിൽ നിന്നും അല്പം അകലെ മാറി വിജനമായ ഒരു ഭാഗത്ത് കിടന്നിരുന്ന ചില വാഹനങ്ങളിൽ ജീവൻ വെച്ചു. പനകളും മുൾച്ചെടികളും നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു അത്. അശ്വതി തമിഴ്നാട് അധോലോകത്ത് നിന്നും പുറത്തേക്ക് പോന്നപ്പോൾ തന്നെ ഇൻഫർമേഷൻ കിട്ടി കാത്തു കിടക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ തിരിഞ്ഞുകൊണ്ടിരുന്നതും അശ്വതിയെയും മോഹനെയുമായിരുന്നു. പുലികൾ. അശ്വതിയും മോഹനും ഇല്ലാതെയായാൽ ഭഗവാൻജിയുടെ മരണം അന്വേഷിക്കുന്നവർക്ക് വഴിമുട്ടുമെന്ന് അവർ ചിന്തിച്ചു. കാരണം അശ്വതിയും മോഹനുമാണ് കൊലയാളികളെന്നാണ് തമിഴ്നാട് പോലീസ് വിശ്വസിക്കുന്നത്. അവരുടെ ശ്രദ്ധ തിരിച്ചെങ്കിൽ മാത്രമേ തങ്ങളുടെ ആൾക്കാർക്ക് ശ്രീലങ്കയ്ക്കോ ബ്രസീലിനോ പോകുവാൻ കഴിയുകയുള്ളൂ. തമിഴ്നാട് തീരങ്ങളിലെല്ലാം പോലീസ് തമ്പടിച്ചിരിക്കുകയാണ്. കടൽ മാർഗവും രക്ഷപ്പെടുക അസാധ്യം. വിജനമായ പാതയിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അശ്വതി റിയർവ്യൂ മീറ്ററിലൂടെ പിന്നാലെ അടുത്തുവരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കണ്ടു. ചെക്ക് പോസ്റ്റിനരികിൽ നിന്നും തന്നെ പിന്തുടരുന്ന വാഹനങ്ങളല്ല അതെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്തെന്നാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാതയാണ്. കഴിഞ്ഞ നിമിഷം വരെ തൻ്റെ പിന്നിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ചെറു റോഡുകളും പിന്നിട്ടിട്ടില്ല. അപ്പോൾ വഴിയരികിൽ എവിടെയോ ഒളിഞ്ഞു കിടന്നതായിരിക്കണം അവരെന്ന് അവൾക്കുറപ്പായി. അവർ പോലീസല്ല, മറ്റേതോ ശത്രുക്കളാണ്. മാത്രമല്ല, തമിഴ്നാട് അധോലോകത്തിൽ ശത്രുചാരന്മാരുണ്ട്. താൻ പുറത്തു പോകുന്ന വിവരം അവരിലൂടെ ചോർന്നിരിക്കണം. അശ്വതിയുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. താൻ ജീവനോടെ അവിടെ തിരികെ എത്തിയാൽ ചാരന്മാർക്ക് ആയുസ്സുണ്ടായിരിക്കില്ല. പിന്നിലെ വാഹനങ്ങൾ വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അശ്വതി ഇടതു കൈകൊണ്ട് സീറ്റിൽ വച്ചിരുന്ന ബാഗ് തുറന്നു. അതിൽ നിന്നും സോപ്പ് പെട്ടിയുടെ ആകൃതിയിലുള്ള ചില വസ്തുക്കളെടുത്ത് പിന്നിലേക്കിട്ടു. റോഡിലേക്ക് പിന്നിൽ ഭയങ്കര സ്ഫോടനം. ജീപ്പ് നിർത്തി അവൾ തിരിഞ്ഞു നോക്കി. താൻ നിക്ഷേപിച്ച മൈനുകളിൽ തട്ടി വാഹനങ്ങൾ ചിതറിത്തെറിക്കുന്ന അശ്വതി കണ്ടു. അവൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. വാന്തോപ്പിന് അല്പം അകലെയായി അശ്വതി ജീപ്പ് നിർത്തി. ആ ഭാഗത്തൊക്കെ കട്ടപ്പിടിച്ച ഇരുട്ടായിരുന്നു. പരിസരത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൾ മതിൽ ചാടി അകത്ത് കിടന്നു. കരിയിലകൾ ഷൂസിനിടയിൽ അമർന്ന് ശബ്ദമുണ്ടായി. അങ്ങലെ തോപ്പിന് നടുവിൽ വെളിച്ചം കണ്ടു. അത് ആ കെട്ടിടത്തിലേതായിരുന്നു. അത്യാവശ്യം വേണ്ട സഞ്ചി തോളിൽ തൂക്കി റിവോൾവർ ഏത് നിമിഷവും പ്രവർത്തിപ്പിക്കാൻ തയ്യാറായി അശ്വതി ഇരുളിലൂടെ നീങ്ങി. കെട്ടിടത്തിന് 50 വാരയോളം അടുത്തെത്തി അവൾ. തികഞ്ഞ നിശബ്ദതയാണ് അവിടെ. കെട്ടിടത്തിന് പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞു നിന്നിരുന്നു.
ഗ്ലാസ് പിടിപ്പിച്ച ജനാലയിൽ ഒരു മനുഷ്യൻ്റെ നിഴൽ അവൾ സൂക്ഷിച്ചു നോക്കി. അയാൾ മദ്യപിക്കുകയാണെന്ന് ഉറപ്പ്. മുൻവശത്തെ വാതിൽ തുറന്നാൽ തനിക്ക് 5 സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ എത്താമെന്ന് കണക്കൂട്ടിയ അശ്വതി ഞൊടിയിടയിൽ മുന്നോട്ട് കുതിക്കുകയും മൂക്കോടെ വാതിൽ തൊഴിക്കുകയും ചെയ്തു. വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അശ്വതി മുറിയിലേക്ക് മലർന്നു വീണു. അതേ സെക്കൻഡിൽ തന്നെ ഒന്ന് കുട്ടിക്കരണം മറിഞ്ഞുയർന്ന് അവൾ നിഴൽ കണ്ട മുറിയിലേക്ക് കുതിച്ചു. സഡൻ അറ്റാക്ക്. അശ്വതി ഏറ്റവും പ്രിയപ്പെട്ട ആക്രമണ രീതിയാണത്. അവൾ അടുത്ത മുറിയിലെത്തിയപ്പോൾ കണ്ടത് ധടുതിയിൽ ചാടിയണിക്കുന്ന വാച്ച്രയാണ്. അവളുടെ മുഖം കണ്ടതും അയാൾ വിളറി വിറങ്ങലിച്ചു നിന്നു. പേടിക്കണ്ട, റിവോൾവർ കൈവിരലുകൾക്കിടയിലിട്ട് ചലിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ അശ്വതിയാണ്. ഞാൻ അയാൾ ചുറ്റും നോക്കി. പരിഭ്രമിക്കേണ്ട, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല. അവളുടെ നോട്ടം മദ്യക്കുപ്പിയിലായി. ജോണി വാക്കറാണല്ലോ കഴിക്കുന്നത്. ഇത്രയും വില കൂടിയ മദ്യം കഴിക്കുക നിനക്ക് പണമുണ്ടല്ലേ? ഭഗവൻജിയുടെ ചോരയ്ക്ക് നിനക്കും കനത്ത പ്രതിഫലം കിട്ടിക്കാണും. അശ്വതിയുടെ പിന്നിൽ ചലനം. വാച്ചറുടെ മുഖത്ത് വിജയഭാവം ഒരു നിമിഷം അവൾ ശ്രദ്ധിച്ചു. പെട്ടെന്ന് കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഇരുമ്പ് ദണ്ടുമായി ഒരു മൊട്ടത്തലയൻ മാറിൽ വെടിയേറ്റ് മുന്നോട്ട് ഒന്നുലഞ്ഞു. പിന്നെ കാൽമുട്ടുകൾ മടക്കി കമിഴ്ന്നു വീണു. അശ്വതി വീണ്ടും വാച്ചറുടെ നേരെ തിരിഞ്ഞു. അയാൾ ഓടുവാൻ ഭാവിക്കുകയായിരുന്നു. വേണ്ട. അശ്വതി മുന്നോട്ട് ചെന്ന് അയാളെ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു നിർത്തി. ഇനി ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. ഞങ്ങൾ ഇരുവരുമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കനപ്പിച്ചൊന്ന് മോളി. ഇയാളുടെ മരണം കണ്ടല്ലോ. അതുപോലെ നിനക്ക് മരിക്കണമെന്നുണ്ടോ? ഇല്ല, എന്നെ കൊല്ലരുത്. ആലോചിക്കാം. പക്ഷേ എൻ്റെ സംശയങ്ങൾക്ക് നിനക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയേണ്ടി വരും. അയാൾ മറുപടി പറഞ്ഞില്ല. ടെൽമി, പോപ്സൺ അലിമാവായും ജോൺസണെയും കൊന്നത് ആരാണ്? അത് അവൾ റിവോൾവർ അയാളുടെ ഹൃദയത്തിന് മുകളിൽ അമർത്തി. ഞാനാണ്. എന്തിന്? ആര് പറഞ്ഞിട്ട് നീ അത് ചെയ്തു? പറയാം, എനിക്കിത്തിരി വെള്ളം കുടിക്കണം. അവൾ അനുവദിച്ചു. വാച്ചർ നേരത്തെ മദ്യപിക്കുവാൻ ഉപയോഗിച്ച ജലനിറച്ച കൂജക്കരികിലേക്ക് നീങ്ങി. ഒരു സെക്കൻഡ്. അശ്വതിയെ അമ്പരിപ്പിച്ചുകൊണ്ട് അയാൾ കഴുത്തിലെ ചരടിൽ സൂക്ഷിച്ചിരുന്ന സൈനൈഡ് ഗുളിക കടിച്ചു വിഴുങ്ങി. അടുത്ത സമയം അയാൾ കൂജയുടെ മുകളിലേക്ക് തന്നെ വീണു. കൂജ തറയിൽ വീണ് ചിതറി. അശ്വതിയുടെ മുഖത്ത് നിരാശ പടർന്നു. വാച്ചർ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുമായിരുന്നെന്ന് അവൾക്ക് തോന്നി. താൻ ഇത്രയും ചിന്തിച്ചിരുന്നില്ല. മൃതശരീരങ്ങൾ ഉപേക്ഷിച്ച് അവൾ ആ കെട്ടിടത്തിലെ ഓരോ മുറികളും കയറിയിറങ്ങി. ഒരു വയർലെസ്സും കുറേ കത്തുകളും മറ്റും അവൾക്ക് കിട്ടി. അതൊക്കെ അവൾ തൻ്റെ ബാഗിൽ തിരുകുവാൻ ഭാവിച്ചപ്പോഴാണ് വയർലെസ് ശബ്ദിച്ചത്. അവൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ പൊടുന്നനെ വയർലെസ് ഓഫായി. താൻ കോഡ് പറയാതിരുന്നതിനാൽ ശത്രുക്കൾക്ക് സംശയം അശ്വതി അനുമാനിച്ചു. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ അപകടം ഉറപ്പാണ്. അശ്വതി വേഗം മാന്തോപ്പിലൂടെ ജീപ്പ് കിടന്നിടത്തെത്തി. ബാഗ് സീറ്റിലേക്ക് വെച്ചിട്ട് ചാടിക്കയറി. എവിടേക്ക് പോകണമെന്ന് ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. നേരെ തന്നെ പായിച്ചു. നേരം പുലരും മുമ്പ് പലതും ചെയ്തു തീർക്കാനുണ്ടെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ലോഹക്കുഴലിൻ്റെ തണുത്ത സ്പർശം അവളുടെ പിൻകഴുത്തിൽ അനുഭവപ്പെട്ടു. ഒപ്പം ശബ്ദവും. എന്നെ അനുസരിക്കുക. ലോഹക്കുഴൽ പിൻകഴുത്തിൽ അമർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തല തിരിക്കാതെ തന്നെ അശ്വതി തിരക്കി. നിന്നോട് സംസാരിക്കുവാൻ ഞാൻ പറഞ്ഞോ? എന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക മാത്രം ചെയ്യുക എന്താണ്? ക്ഷമിക്കണം, എനിക്ക് അത്രയും മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയില്ലാതെ പോയി. അതിബുദ്ധിയാണ് നിനക്കെന്ന് എനിക്കറിയാം. അത് ഇന്ന് തീർത്ത് തരികയാണ് എൻ്റെ ഉദ്ദേശ്യം. താങ്ക് യു. അവൾ ജീപ്പിന് വേഗത കൂട്ടിക്കൊണ്ടിരുന്നു. ഏതാണ്ട് 100 കിലോമീറ്ററോളം സ്പീഡ്. വേഗത കുറയ്ക്കൂ. കേട്ടതും അവൾ സഡൻ ബ്രേക്ക് ചവിട്ടി. അയാൾ അവളുടെ പിന്നിൽ വന്നിടിച്ചു. അശ്വതിയുടെ കാൽ ആക്സിലേറ്ററിലേക്ക് മാറി. വന്ന വേഗതയിൽ തന്നെ വീണ്ടും കുതിപ്പ്. ശത്രു പിന്നിൽ മലർന്നു വീണത് അവൾ അറിഞ്ഞു. അവിടെ നിന്ന് എണീക്കുവാൻ അയാൾക്ക് അവസരം കിട്ടും മുമ്പ് അശ്വതി വീണ്ടും ജീപ്പ് നിർത്തി. റിവോൾവറുമായി തിരിഞ്ഞു. ആ ക്ഷണം പിന്നിൽ നിന്നും വെടിപൊട്ടി. അവൾ സീറ്റിലേക്ക് കുനിഞ്ഞു. ജീപ്പിൻ്റെ മുന്നിലെ ഗ്ലാസ്സിൽ ഒരു ദ്വാരം വീണു. രണ്ടാമതൊന്നുകൂടി നിറയൊഴിക്കുവാൻ അയാൾക്ക് കഴിയും മുമ്പ് അശ്വതിയുടെ റിവോൾവർ തീ തുപ്പി. ഒരു നിലവിളി കേട്ടു. മുന്നിൽ നിന്ന് ഒരു വാഹനം പാഞ്ഞെടുക്കുന്നത് കണ്ട് അശ്വതി പുറത്തു ചാടി. ഇരുവശത്തും മതിലുള്ള റോഡാണത്. അവൾ ഒരു മതിലിന് മുകളിലൂടെ അപ്പുറം ചാടി. നിലക്കടലത്തോട്ടമായിരുന്നു അത്. മുന്നിൽ നിന്നും വന്ന വാഹനം ജീപ്പിനരികിൽ നിന്നും ഒരു വെളുത്ത അംബാസഡർ. അതിൽ നിന്നും ചിലർ ചാടിയിറങ്ങി. അവർ തമിഴിൽ സംസാരിക്കുന്നത് അശ്വതിക്ക് കേൾക്കാമായിരുന്നു. ശങ്കറുടെ തലയ്ക്കാണ് വെടികൊണ്ടത്. ഇയാളെ ചത്തെന്ന് തോന്നുന്നു. വേഗം കാറിൽ കയറ്റ്, ഹോസ്പിറ്റലിൽ എത്തിക്കാം. അവളെ എവിടെ പോയി? ഇയാളെ കൊന്നിട്ട് കടന്നു കളഞ്ഞു കാണും. എവിടെയാണെങ്കിലും അവളെ തപ്പിയെടുക്കണം. ഇനിയൊരു നിമിഷം വെച്ചുകൊണ്ടിരുന്നാൽ അത് ആപത്താണ്. മരുതുമകൻ സാറ്, നമ്മൾ ചെല്ലുന്നത് കാത്തിരിക്കുകയാണ്. കാർ അകന്നുപോയി. മരുതുമകൻ. അശ്വതിയുടെ തലച്ചോറ് പുകഞ്ഞു. ഭഗവാൻജി മരുതുമകനു വേണ്ടി വോട്ട് ചോദിക്കാനാണ് ശ്രീവള്ളിപുരത്തിലെത്തിയത്. അപ്പോൾ തൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയാകുകയാണെന്ന് അവൾക്ക് തോന്നി. എങ്കിലിനി എളുപ്പമായി. ജീപ്പിനകം ശൂന്യമായിരുന്നു. കുറേ ചോര മാത്രം പിന്നിലെ കാർപ്പറ്റിൽ കിടക്കുന്നു. തൻ്റെ ബാഗ് നഷ്ടമായില്ലെന്ന് കണ്ടപ്പോൾ അശ്വതിക്ക് ആഹ്ലാദം. അയാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ
അവർക്ക് അത് വിട്ടുപോയി കാണും. അശ്വതി വീണ്ടും ജീപ്പിൽ കയറി മുന്നോട്ട് വിട്ടപ്പോൾ വെടിയേറ്റ് തുളഞ്ഞ ഭാഗത്തുകൂടി അവളുടെ ശരീരത്തിലേക്ക് തണുത്ത കാറ്റടിച്ചു. അവൾ ചിലന്തിവല പോലെയായ ഗ്ലാസ് കൈമുട്ടുകൊണ്ട് ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ നിന്ന് അല്പം ഒഴിഞ്ഞ് വിശാലമായ ഒരു കോമ്പൗണ്ടിനുള്ളിലാണ് മുൻ തമിഴ്നാട് സ്പീക്കർ ലോകനാഥിൻ്റെ ബംഗ്ലാവ്. ഇത്തവണ അയാൾ മത്സരിക്കുന്നില്ല. പകരം ഭാര്യ വൈജയന്തിയാണ് നിയമസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ മകളാണ് ഭഗവാൻജിയുടെ മരണത്തിന് തൊട്ടുമുമ്പ് ഹിന്ദി കവിത ചൊല്ലിയത്. ബംഗ്ലാവിന് ചുറ്റും മതിൽക്കെട്ട്, ഗേറ്റിൽ വാച്ചറുണ്ട്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ബംഗ്ലാവ്. വിവിധതരം ഓർക്കിഡുകൾ നിറഞ്ഞ പൂന്തോട്ടം, ഷട്ടിൽ കോട്ടും നീന്തൽക്കുളവും ഒക്കെയുണ്ട്. കുളത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് തണുത്ത വെള്ളവും മറുഭാഗത്ത് ചൂടുവെള്ളവും. വാച്ചർ ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്തിട്ട് ആശ്വസ്തോടെ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് മതിലിനോട് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ചെറിയ മുറിയിലേക്ക് കയറി. ഈ അവസരത്തിൽ ഗേറ്റിന് പുറത്ത് ഒരു ജീപ്പ് വന്നു നിന്നു. വാച്ചർ പുറത്തിറങ്ങി നോക്കി. പോലീസ് എന്ന് അതിൽ ബോർഡ് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് പരുങ്ങി. കാരണം ഇന്നിനി ആരെയും അകത്തേക്ക് കടത്തി വിടേണ്ടെന്നാണ് ലോകനാഥ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പോലീസ് യൂണിഫോം ധരിച്ച അശ്വതി വാച്ചറെ കൈയാട്ടി വിളിച്ചു. അയാൾ ഗേറ്റ് തുറന്ന് ജീപ്പിനടുത്തേക്ക് വന്നു. അകത്തുണ്ടോ? ഉവ്വ്. ഇന്നിനി ആരെയും കടത്തിവിടേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. അത് സാരമില്ല, താൻ കടത്തിവിടാതെ തന്നെ ഞാനങ്ങ് പോകുകയല്ലേ. പറഞ്ഞതും കൈപ്പത്തി ഇരുക്കുപാർ പോലെ വാച്ചറുടെ കഴുത്തിൽ പതിഞ്ഞു. ഉപ്പുചാക്ക് പോലെ അയാൾ ഒരു വശം ചരിഞ്ഞ് മറിഞ്ഞു വീണു. യാതൊരു ചലനവുമില്ലാതെ അവൾ പുറത്തിറങ്ങി. അയാളെ ഒരു വശത്തേക്ക് മാറ്റി മതിലിൽ ചാരിയിരുത്തി. ഇനി 3 മണിക്കൂറെങ്കിലും കഴിയാതെ അയാൾ ഉണരുകയില്ലെന്ന് അവൾക്കറിയാം. ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. ജീപ്പ് ഡ്രൈവേയിലൂടെ പോർട്ടിക്കോയിലെത്തി. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുവാൻ ഭാവിക്കുകയായിരുന്ന ലോകനാഥും വൈജയന്തിയും മുഖാമുഖം നോക്കി. ഈ നേരത്തെ ആരാണ്? ലോകനാഥിൻ്റെ നെറ്റി ചുളിഞ്ഞു. അനുവാദം ചോദിക്കാതെ വാച്ചർ ആരെയും കടത്തിവിടില്ലല്ലോ, അതും ഈ നേരത്ത്. വൈജയന്തി ഇൻ്റർകോമിലൂടെ വാച്ചറെ വിളിച്ചു. പക്ഷേ അയാൾ റിസീവർ എടുക്കാതിരുന്നതോടെ അവരുടെ സംശയം ഇരട്ടിച്ചു. പോലീസിന് ഫോൺ ചെയ്താലോ? വരട്ടെ, ആരാണെന്നറിയാതെ. ഇരുവരും ഒന്നിച്ചാണ് വാതിൽക്കൽ വന്നത്. ഡോർ ഗ്ലാസ്സിലൂടെ അവർ പുറത്തേക്ക് നോക്കി. ഒരു പോലീസ് ഓഫീസർ നിൽക്കുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു. വാതിൽ തുറക്കപ്പെട്ടു. എന്താണ് ഈ രാത്രിയിൽ? ലോകനാഥ് തിരക്കി. അശ്വതി വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നു. അവളുടെ മുഖം കണ്ടപ്പോൾ തീയിൽ ചവിട്ടിയതുപോലെ ഇരുവരും ഞെട്ടി. അവർക്ക് വാതിലടക്കുവാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അവൾ അകത്തേക്ക് കയറി. നീ നീ അവരുടെ സ്വരം പതറി. ഞാൻ മീനു, അശ്വതി പറഞ്ഞു. ഭഗവാൻജിയെ കൊന്ന ഞാനാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇരുവരും ചലിച്ചില്ല. അതാ ഞാൻ മീനുവല്ലെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അശ്വതി, അപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി. ഞാൻ മീനുവല്ലെന്നും നിങ്ങൾക്ക് ഉറപ്പായി അല്ലേ? എങ്കിൽ ഇനി പറയൂ, മീനുവും ശിവരംഗനെ എവിടെയുണ്ട്? അത് ഞങ്ങളെങ്ങനെ അറിയും? പോലീസ് വേഷം കെട്ടിവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? വൈജയന്തി അവളോട് കയർത്തു. നീ കേരളത്തിൽ ഒരുപാട് കളികൾ നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനി വേണ്ട കേട്ടോ. ഇത് കേരളമല്ല, തമിഴ്നാടാണ്. അത് മനസ്സിലാക്കി തന്നതിന് നന്ദി. അശ്വതി റിവോൾവർ എടുത്ത് അതിൽ സൈലൻസർ പിരിച്ചു കയറ്റി. ഇതുകൊണ്ട് വെടിവെച്ചാൽ അടുത്ത മുറിയിലുള്ളവർ പോലും അറിയില്ല. ലോകനാഥ് ഫോണിനരികിലേക്ക് നീങ്ങി. ഇന്നുകൊണ്ട് നിന്റെ കാര്യം അവസാനിപ്പിച്ചു തരാം. അയാൾ റിസീവർ എടുത്തു. പക്ഷേ ഡയൽ ചെയ്യുവാൻ പോലും കഴിയും മുമ്പ് റിസീവർ ചിതറിപ്പോയി. ലോകനാഥിൻ്റെ കയ്യിൽ നിന്നും ചോരത്തുള്ളികൾ തെറിച്ചു. എടീ, വൈജയന്തി അശ്വതിയുടെ നേർക്ക് കൈ വാങ്ങി. താഴ്ത്തിരി കൈ. ഭർത്താക്കന്മാരെ തല്ലുവാൻ നീയൊക്കെ കൈ പൊക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പെണ്ണുങ്ങളോട് ഇടയുന്നത് സൂക്ഷിച്ചു വേണം. പറഞ്ഞു നിർത്തും മുമ്പ് പടക്കം പൊട്ടുന്നതുപോലെ ഒരടി കവിളിലേറ്റ് വൈജയന്തി ഒന്ന് വട്ടം കറങ്ങി. വൈജയന്തി ചോര തുപ്പി. ഒരു പല്ലും അതോടൊപ്പം താഴെ വീണു. ലോകനാഥ് അശ്വതിയുടെ നേരെ പാഞ്ഞു വന്നു. കൈ വീശി അടിച്ചു. അവൾ അയാളെ ചവിട്ടി വീഴ്ത്തി. പിന്നെ ആ നെഞ്ചിലേക്ക് ചാടി ഇരുന്നിട്ട് റിവോൾവറിൻ്റെ ബാരൽ വായിലേക്ക് കുത്തിത്തിരുകി. വെടിയുണ്ടയുടെ രുചി ഞാൻ മനസ്സിലാക്കി തരാം. അയാൾ നടുങ്ങി കണ്ണു തള്ളി വിയർത്തു. തൻ്റെ ഭർത്താവിനെ അശ്വതി കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ വൈജയന്തി ഉച്ചത്തിൽ നിലവിളിച്ചു. ബംഗ്ലാവ് മുഴുവൻ അവരുടെ നിലവിളി മാറ്റൊലിക്കൊണ്ടു. ഉറങ്ങിക്കിടന്നിരുന്ന സുഗന്ധവല്ലിയും വേലക്കാരുമെല്ലാം ഞെട്ടി ഉണർന്നു. ശബ്ദിക്കരുത്, വൈജയന്തിയോട് അശ്വതി കൽപ്പിച്ചു. രണ്ടിനെയും വെടിവെച്ച് കൊല്ലുവാൻ ഞാൻ മടിക്കില്ല. അവളുടെ കരച്ചിൽ നിന്നു. മിസ്റ്റർ ലോകനാഥ് എണീക്കൂ. അയാൾ അനുസരിച്ചു. ഇനി നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നടക്കുക. വായിൽ നിന്നും റിവോൾവർ മാറ്റാതെ തന്നെ കോണിപ്പടികൾ കയറ്റി 2ാം നിലയിലെത്തി. ഒപ്പം വൈജയന്തിയെയും കൊണ്ടുപോകുവാൻ അശ്വതി മറന്നില്ല. ഡാഡി, മമ്മി നിലവിളിച്ചുകൊണ്ട് സുഗന്ധവല്ലി വന്നു. മുന്നിലെ രംഗം ആ ബാലികയെയും നടുക്കി. കരയരുത്. അശ്വതി കുട്ടിയെ നോക്കി. അവൾ സ്തംഭിച്ചു നിന്നു. അശ്വതി മൂവരെയും ബെഡ്റൂമിൽ കയറ്റിയിട്ട് വാതിലടച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? വായിൽ നിന്നും റിവോൾവർ മാറിക്കഴിഞ്ഞപ്പോൾ ലോകനാഥ് ശബ്ദിച്ചു. ഒക്കെ പറയാം. അശ്വതി ബാഗിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. നേരിയ ശബ്ദ തരംഗങ്ങളെപ്പോലും പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു അതിന്. എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? അശ്വതിയുടെ സാമർത്ഥ്യം നേരിൽ കണ്ട വൈജയന്തി വിധേയഭാവം പ്രകടിപ്പിച്ചു. ഭഗവാൻജിയെ വധിച്ച ശിവരംഗനും മീനും എവിടെയാണുള്ളത്?
അത് ഞങ്ങളെങ്ങനെ അറിയാനാണ്? പിന്നീട് അറിയാമെന്ന് പറയരുത്. ഇല്ല. ഓക്കെ. അശ്വതി സുഗന്ധവല്ലിയിൽ നോക്കി. കുട്ടി ഭയപ്പാടോടെ വൈജയന്തിയുടെ പിന്നിലേക്ക് മാറി. എനിക്ക് കുറെ കൂടി ക്രൂരത കാണിക്കേണ്ടി വരും. മുറിയിൽ നിശബ്ദത തങ്ങി നിന്നു. ശരി, മറ്റൊരു ചോദ്യം. ഭഗവാൻജിയെ വധിക്കുവാൻ സഹായിച്ചതിന് നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടി? അശ്വതി എന്ത് ഭ്രാന്താണി പറയുന്നത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ വധിക്കുവാൻ ഞങ്ങൾ കൂട്ടുനിന്നുവെന്നോ? അഭിനയം നല്ലതാണ് വൈജയന്തി, പക്ഷേ അത് എൻ്റെ അടുത്ത് വേണ്ട. ഭഗവാൻജി നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരിക്കാം, പക്ഷേ ഒന്നുണ്ട്, ഓരോരുത്തർക്കും അവരവരുടെ നിലനിൽപ്പും കീശ വീർപ്പിക്കലുമാണല്ലോ മുഖ്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഓക്കെ ഓക്കെ. അശ്വതി ബാഗിൽ നിന്നും ഒരു നീണ്ട ചരട് എടുത്തു. തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ അവൾ മൂവരെയും ബന്ധിച്ചു. പിന്നെ കിടക്കമുറിയിലുണ്ടായിരുന്ന അലമാരകൾ വലിച്ചു തുറന്നു. ലോകനാഥിൻ്റെയും വൈജയന്തിയുടെയും പേഴ്സണൽ ഡയറികളും ചില ഫോട്ടോഗ്രാഫ്സും കത്തുകളുമൊക്കെ അവൾ എടുത്തപ്പോൾ അവരുടെ മുഖം വിളറിപ്പോയി. ഇനി എൻ്റെ കൂടെ വന്ന ജീപ്പിൽ കയറൂ, ഞാൻ നിങ്ങളെ കൊണ്ട് സത്യം പറയിക്കാം. അഞ്ജലി, ഞങ്ങളുടെ ഇമേജ് തകർക്കരുത്. നീ ചോദിക്കുന്നത് എന്തോ ഞങ്ങൾ തരാം, നീ പറയുന്നത് എന്തോ ഞങ്ങൾ അനുസരിക്കാം. ലോകനാഥ് കരച്ചിലിൻ്റെ വാക്കോളം എത്തിക്കഴിഞ്ഞു. വേണ്ട, തൻ്റെ സേവനം മതി, പുറത്തേക്ക് നടക്കൂ. വിസിറ്റിംഗ് റൂമിൽ വേലക്കാർ ഇത് കണ്ട് വീഴ്ച നിന്നു. ഞങ്ങളൊരു ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ്. തിരിച്ചു വരുന്നതുവരെ ഇവിടെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എടുത്തു വിൽക്കുകയോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകുകയോ എന്തുമാകാം. ഒരുപാട് നിരപരാധികളുടെ ചോരയുടെ വിലയാണിവയൊക്കെ. അശ്വതി അവരെ ജീപ്പിൽ കയറ്റി. വാച്ചർ അപ്പോഴും മതിലിൽ ചാരി ബോധമില്ലാതെ ഇരിക്കുകയായിരുന്നു. അശ്വതി അവരെ എത്തിച്ചത് തമിഴ്നാട് അധോലോകത്തിലാണ്. അവിടെ വെച്ച് അവർ കുറ്റസമ്മതം നടത്തി. നടക്കുന്ന പല വിവരങ്ങളും അവരിൽ നിന്നറിഞ്ഞപ്പോൾ അശ്വതി അത്ഭുതപ്പെട്ടു പോയി. കൂടാതെ പുലികളുടെ 2 ഏജന്റുമാർ ശെൽവപ്രഭുവിൻ്റെ അധോലോകത്തിൽ പ്രവർത്തിച്ചിരുന്നു. അവരെ കണ്ടെത്താനും നിഷ്കരുണം വധിക്കാനും അശ്വതി മടികാട്ടിയില്ല. അവർ രഹസ്യമായി വയർലെസ് വഴി പുലികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അശ്വതി പിടികൂടിയത്. ലോകനാഥിനെയും വൈജയന്തിയെയും ഒന്നും അവർ അവിടെ നിന്നും തിരികെ വിട്ടില്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടു കൂടി അവിടെ തന്നെ പാർപ്പിച്ചു. നിന്റെ ഉദ്ദേശമൊന്നും എനിക്ക് വ്യക്തമാകുന്നില്ല അശ്വതി, മോഹൻ അവളോട് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മോഹൻ കിടക്കയിൽ നിന്ന് എണീക്കും മുമ്പ് കുറ്റക്കാരെ മുഴുവൻ ഞാൻ കണ്ടെത്തിയിരിക്കും. കഴിഞ്ഞ 1 മണിക്കൂറോളമായി മുൻമന്ത്രി മരുതുമകൻ ടെലിഫോണിനരികിൽ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. അതിപ്രധാനമായ ചില വിവരങ്ങൾ അറിയണം. ഫോൺ ശബ്ദിച്ചു. അയാൾ പ്രതീക്ഷിച്ച ആളായിരുന്നില്ല അത്. പകരം ലോകനാഥിനെയും വൈജയന്തിയെയും മറ്റും അശ്വതി തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയറിഞ്ഞപ്പോൾ മരുതുമുഖൻ്റെ നട്ടെല്ല് വിറച്ചു. ഇനി കടവുളെ ചതിക്കല്ലേ. മരുതുമുഖൻ വേഗത്തിൽ എഴുന്നേറ്റു. തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിടക്കടിയിൽ നിന്നും ഒരു റിവോൾവർ പുറത്തേക്ക് നീണ്ടുവന്നത്. മരുതുമകൻ്റെ നാവ് മരവിച്ചു. റിവോൾവറിൽ പിടിമുറുക്കിയിരിക്കുന്ന വെളുത്ത കൈപ്പത്തി ഗ്ലൗസിനാൽ മറച്ചിരിക്കുന്നു. ആരാ? ഒരാൾ പുറത്തേക്ക് വന്നു. മരുതുമകൻ്റെ ഹൃദയത്തിൽ ഒരസ്ത്രം തുളഞ്ഞിറങ്ങിയ പ്രതീതി. മുന്നിൽ അവൾ, അശ്വതി. അവൾ ചിരിച്ചു. എവിടേക്കാണ് സാർ ഇത്ര വേഗത്തിൽ? നീ എന്തിനിവിടെ വന്നു? സാറിനെ കാണാൻ എനിക്ക് വല്ലാത്ത പ്രേമം തോന്നുന്നു. അവൾ റിവോൾവർ അയാളുടെ മാറിന് നേരെ ചൂണ്ടി. വേണ്ട, അത് വെടിപൊട്ടും. സത്യം തന്നെ. അതിന് മരുതുമകൻ ഭയപ്പെടുന്നത് എന്തിന്? ശ്രീവള്ളിപുത്തൂർ സംഭവം കൊണ്ട് നിങ്ങൾക്ക് ഏതായാലും ഒരു MLA സ്ഥാനം ഉറപ്പായല്ലോ. പിന്നെ കാലുവാരലിലൂടെ എളുപ്പം മന്ത്രിയാകാനും കഴിയും. പ്ലീസ് അശ്വതി, ഇവിടെ നിന്നും പോകൂ. ഷുവർ, പക്ഷേ നമ്മൾ 2 പേരും കൂടെയായിരിക്കും പോകുന്നത്. ഞാൻ അതിനു മുമ്പ് ഒന്ന് ചോദിച്ചട്ടെ, മീനുവിന് സുഖമായോ? മീനു? ഭഗവാൻജിയെ വധിച്ച മീനു. അവളെ സത്യമൂർത്തി വെടിവെച്ചിരുന്നല്ലോ. ഇതൊക്കെ ഞാനെങ്ങനെ അറിയും? പാവം ഭഗവാൻജി, ഞങ്ങളുടെ ധീരനായ നേതാവ്. അദ്ദേഹം നഷ്ടപ്പെട്ട വേദനയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് ഞങ്ങൾ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ശിവരങ്കരും മീനുവോ എവിടെയുണ്ടെന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരുമല്ലോ. ഇല്ല, എനിക്കൊന്നറിയില്ല. പക്ഷേ താങ്കളുടെ ലോക്കറിൽ നിന്നും ഞാനൊരു വീഡിയോ ക്യാമറ കണ്ടെടുത്തു കഴിഞ്ഞു. മരുതുമകൻ്റെ കണ്ണ് തള്ളിപ്പോയി. അയാൾ അവളെ തുറച്ചു നോക്കി. പിന്നെ പിറകോട്ട് മറിഞ്ഞു. രാത്രി അല്പം വൈകിയാണ് SI ശങ്കർദാസ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത്. മുൻ തമിഴ്നാട് സ്പീക്കറെയും കുടുംബത്തെയും അശ്വതി പിടിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് മരുതുമകനെയും കാണാനില്ലെന്ന വാർത്ത വന്നത്. അദ്ദേഹത്തെയും അവൾ തന്നെ കടത്തിയിരിക്കുമെന്നാണ് പോലീസിൻ്റെ നിഗമനം. എന്നാൽ അതിൻ്റെ കാരണം മാത്രം പിടികിട്ടിയിരുന്നില്ല. സംശയം തോന്നിയ ഭാഗങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിയെങ്കിലും അശ്വതിയെ കണ്ടെത്തിയില്ല. തിരക്കൊട്ടുമില്ലാത്ത പാതയിലേക്ക് ജീപ്പ് തിരിഞ്ഞു. ഇനി 2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വീടായി. റോഡിൽ ഒരു വെളുത്ത രൂപം നിൽക്കുന്നത് അയാൾ കണ്ടു. ശങ്കർകാന്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. ജീപ്പ് കുറെ കൂടി മുന്നോട്ടെടുത്തപ്പോൾ ഒരു സ്ത്രീയാണ് അതെന്ന് മനസ്സിലായി. മഞ്ഞിൻ്റെ ഒരു കട്ടി പ്രതിമ കണക്കെ വെളുത്ത സാരിയും ബ്ലൗസും അണിഞ്ഞ് റോഡിന് നടുവിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അവൾ. അഴിച്ചിട്ടിരിക്കുന്ന തലമുടി നിതംബം മറിഞ്ഞു കിടക്കുന്നു. അയാൾ ഫോൺ അടിച്ചെങ്കിലും അവൾ അത് കേട്ടില്ല. SIക്ക് പരിഭ്രമമുണ്ടായി. അയാൾ ജീപ്പ് നിർത്തി. ആ ക്ഷണം അവൾ തിരിഞ്ഞു നോക്കി.
അറിയാതൊരു ശബ്ദം എസ്ഐയിൽ നിന്നുണ്ടായി. അത്രമാത്രം സുന്ദരിയായിരുന്നു അവൾ. അവൾ ജീപ്പിനടുത്തേക്ക് വന്നു. സർ, ഈണത്തിലുള്ള വിളി. നീ ആരാണ്? അങ്ങയുടെ കാമുകി. ഞാൻ കൂടി വരട്ടെ വീട്ടിലേക്ക്? ശങ്കർകാന്തിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അവൾ തൻ്റെ മാസ്കും വിഗ്ഗും അഴിച്ച് ശങ്കർകാന്തിൻ്റെ മടിയിലേക്കിട്ടു. ഇപ്പോഴത്തെ അവളുടെ മുഖഭാവം കണ്ട് അയാൾ പെട്ടെന്ന് റിവോൾവർ എടുക്കാൻ ഭാവിച്ചു. വേണ്ട, കനത്ത ശബ്ദത്തിൽ അശ്വതി പറഞ്ഞു. ഒരു റിവോൾവർ മതി. അത് എൻ്റെ പക്കലുണ്ട്. കാരണം ഒരാളെ ഇവിടെ ഭരിക്കുന്നുള്ളൂ. റിവോൾവറിൻ്റെ ബാരൽ അവൾ അയാളുടെ നെറ്റിയിൽ മുട്ടിച്ചു. അശ്വതി, വേണ്ട. എന്നെയും മോഹനെയും നീ ദ്രോഹിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നീ മറന്നു കാണുകയില്ലല്ലോ. പറഞ്ഞതും അവൾ ട്രിഗർ അമർത്തി. DGPയുടെ മുന്നിൽ മേശപ്പുറത്തിരുന്ന ഫോൺ ശബ്ദിച്ചു. യെസ്, ഞാൻ അശ്വതിയാണ് സാർ. അശ്വതി? ആ, സാർ തെറി വിളിക്കുകയൊന്നും വേണ്ട. ഒരു പ്രത്യേക വിവരം പറയുവാനാണ് വിളിച്ചത്. നാളെ പകൽ ഏതു നേരത്തും ഞാൻ സാറിൻ്റെ ഓഫീസിൽ വരും. പേടിക്കണ്ട. സാറിനെ ഞാൻ കൊല്ലുകയൊന്നുമില്ല. ഭഗവാൻജിയുടെ മരണം വരുത്തിവെച്ച അങ്ങയുടെ തലവേദന നാളെ കൊണ്ട് അവസാനിപ്പിക്കും. അതിനാൽ നാളെ സാറ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. DGP എന്തോ പറയും മുമ്പ് ഫോൺ കട്ട് ചെയ്യപ്പെട്ടു. ഈ അവസരത്തിൽ മറ്റൊരിടത്ത് നാളെ എങ്ങനെയും ശ്രീലങ്കയ്ക്ക് കടക്കണമെന്ന തീരുമാനത്തിലായിരുന്നു ശിവരംഗനും മീനുവും. തമിഴ്നാട് മുഖ്യമന്ത്രി സുന്ദരപ്പ ഡൽഹിക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ലെന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ശെൽവപ്രഭുവിൻ്റെ അതിഥികളായ അശ്വതിയും മോഹനും എന്നും തനിക്കൊരു ഭീഷണിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മരുന്നുമകൻ്റെയും ലോകനാഥിൻ്റെയും ഒക്കെ അനുഭവം അതിനുദാഹരണങ്ങളാണ്. സുന്ദരപ്പ ഡൽഹിയിലുള്ള പാർട്ടി നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു. താൻ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരുന്നുവെന്ന് അറിയിച്ച ശേഷം റിസീവർ വച്ചയുടനെ വീണ്ടും ഫോൺ ശബ്ദിച്ചു. റിസീവർ എടുത്തു. അപ്പുറത്തു നിന്നും സ്ത്രീ സ്വരം കേട്ടു. സുന്ദരപ്പ, ഞാൻ വൈജയന്തിയാണ്. അശ്വതിയുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് ഞാൻ. മാരിമുത്ത് കോവിലിന് കിഴക്കുവശത്ത് ഞാൻ കാത്തു നിൽക്കും. താങ്കൾ വേഗം വരണം. ഓക്കെ. റിസീവർ വെച്ചിട്ട് മന്ത്രി പുറത്തേക്ക് പാഞ്ഞു. സ്വയം യാത്രയാകുവാൻ കാറിൽ കയറിയ മന്ത്രിയുടെ പിന്നാലെ സെക്യൂരിറ്റി കാർ ഓടിയെടുത്തു. ആരും വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. മന്ത്രി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറ്റുള്ളവർ മിഴിച്ചു നിന്നു. മാരിമുത്ത് കോവിലിന് കിഴക്കുവശത്ത് കാർ എത്തിയപ്പോൾ തലയിലൂടെ സാരി പുതച്ച ഒരു സ്ത്രീ റോഡിലേക്ക് നീങ്ങി നിന്നു. അവൾക്കരികിൽ സുന്ദരപ്പ കാർ നിർത്തി. പിൻ സീറ്റിൽ തന്നെ അവൾ കയറി. നീ എങ്ങനെ രക്ഷപ്പെട്ടു? കാർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അദ്ദേഹം തിരക്കി. അവൾ മറുപടി പറയാതിരുന്നപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കുവാൻ ഭാവിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അപ്പോൾ ഒരു റിവോൾവറിൻ്റെ തണുത്ത സ്പർശം അനുഭവപ്പെട്ടു. ഒപ്പം അശ്വതിയുടെ ആജ്ഞയും. ഞാൻ പറയുന്നതിനനുസരിച്ചാൽ കുറേ കാലം കൂടി ജീവിച്ചിരിക്കാം. സമയം സന്ധ്യ കഴിഞ്ഞു. തങ്കവേലുവിൻ്റെ മെസ്സേജ് അശ്വതിക്ക് കിട്ടി. മാരിമുത്തുവിനെയും കൂട്ടി അവൾ കാറിൽ യാത്രയായി. പെട്ടെന്ന് ആരും പിടികൂടാതിരിക്കാൻ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു യുവതിയുടെ വേഷമായിരുന്നു അശ്വതി ധരിച്ചിരുന്നത്. തങ്കവേലു ഇടയ്ക്കിടെ മെസ്സേജ് നൽകിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ വേഗതയും കൂട്ടി. വനം, പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കടൽ തീരം, പൊന്തക്കാടുകളും ചതുപ്പ് പ്രദേശങ്ങളുള്ള അവിടേക്ക് ആരും വരാറില്ല. തമിഴ്നാട് അതിർത്തിയിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം അവിടെ നിന്നാണ്. കഴിഞ്ഞ അരമണിക്കൂറോളമായി ബോട്ടുമായി ഒരു മനുഷ്യൻ അവിടെ കിടക്കുവാൻ തുടങ്ങിയിട്ട്. മുന്തിയ തരം സ്പീഡ് ബോട്ടായിരുന്നു അത്. തിരമാലകളുടെ തള്ളലിൽ ബോട്ട് ഇളകിയാടിക്കൊണ്ടിരുന്നു. അരണ്ട വെളിച്ചത്തിൽ അയാൾ തൻ്റെ വാച്ചിൽ നോക്കി. സമയം മനസ്സിലാക്കി. പിന്നെയും ഏതാണ്ട് 15 മിനിറ്റുകൾ കൂടി കഴിഞ്ഞപ്പോൾ തിരമാലകൾക്കിടയിൽ ഒരു മനുഷ്യരൂപം കണ്ട് അയാൾ ഉറ്റുനോക്കി. പെട്ടെന്ന് ആ രൂപം ജലത്തിലേക്ക് താണു. തൻ്റെ തോന്നൽ മാത്രമായിരുന്നു അതെന്ന് അയാൾക്ക് ഉറപ്പായി. ഒരു പുരുഷനും സ്ത്രീയും പാറകളിലൂടെ ഇറങ്ങി ബോട്ടിനരികിലെത്തി. ഒരു കോഡ് വാക്ക് ഉച്ചരിച്ചു. ബോട്ടിൽ ഇരുന്നയാളും കോഡ് പറഞ്ഞു. അനന്തരം അയാൾ കരയിലേക്ക് ഇറങ്ങി നടന്നുപോയി. സ്ത്രീയും പുരുഷനും ബോട്ടിൽ കയറി. ശിവരംഗനും മീനുവും. ഇത്രയും വേഗം ഒരു രക്ഷപ്പെടൽ സാധ്യമാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, ശിവരംഗം പറഞ്ഞു. ഞാനും, മീനു കൂട്ടിച്ചേർത്തു. അശ്വതിയുടെയും മോഹൻ്റെയും പിന്നാലെയാണ് പോലീസ്. മോഹൻ ഒറ്റക്കണ്ണനായതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ബോട്ട് സ്റ്റാർട്ടായി. എന്നാൽ അത് മുന്നോട്ട് നീങ്ങും മുമ്പ് ജലത്തിൽ നിന്നും ഒരു ഡോൾഫിൻ കണക്കെ ഒരാൾ ഉയർന്നു വന്നു. ശിവരംഗനും മീനുവും നിലവിളിച്ചു പോയി. ആ ക്ഷണം വെള്ളം തെറിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ ബോട്ടിലേക്ക് വീണു. തലയിലെ ജലം മുത്തുമണികൾ പോലെ കുടഞ്ഞു തെറിപ്പിച്ചു. ഒരു യുവതിയാണതെന്ന് അവർക്ക് അപ്പോഴാണ് വ്യക്തമായത്. അശ്വതി. അവൾ റിവോൾവർ എടുത്തു ശിവരംഗൻ്റെ ഒറ്റക്കണ്ണിന് നേരെ ചൂണ്ടി. ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേടാ? കരയിൽ 2 യന്ത്രത്തോക്കുധാരികൾ പ്രത്യക്ഷപ്പെട്ടു. തങ്കവേലുവും മാരിയപ്പനും. ശിവരംഗനും മീനുവും സ്തംഭിച്ചിരുന്നു പോയി. മീനു പെട്ടെന്ന് തൻ്റെ മാലയുടെ ലോക്കറ്റ് കടിച്ച് വിഴുങ്ങാൻ ഭാവിച്ചു. പക്ഷേ അശ്വതി തിരിഞ്ഞതും ഒറ്റയടി. അശ്വതി മാല വലിച്ചു പറിച്ചു കടലിലേക്ക് എറിഞ്ഞു. പിന്നെ ശിവശങ്കരൻ്റെ കഴുത്തിനും പരിശോധിച്ചു. അവിടെ മാലയിൽ കോർത്ത സൈനൈഡ് ക്യാപ്സൂളുകൾ ഉണ്ടായിരുന്നു. അതും അവൾ കൈക്കലാക്കി. ചാവർ സംഘങ്ങൾ പുലികളുടെ ശക്തി കേന്ദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് കരയിലേക്ക് ഇറങ്ങ്. അനുസരിക്കാൻ അവർ തയ്യാറായി. ഇപ്പോൾ പൂർത്തിയായി, അശ്വതി പറഞ്ഞു. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് മോഹൻ എല്ലാവരെയും കണ്ടു. സുന്ദരപ്പ, ലോകനാഥ്, വൈജയന്തി, ശിവരംഗൻ, മീനു എല്ലാവരും. ശെൽവപ്രഭുവും അവിടെ എത്തി.
അശ്വതി, ഇവരെ ജീവനുടെ പുറംലോകം കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെയും ആഗ്രഹം അതായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറ്റക്കാരില്ലെന്ന് ബാക്കി ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു പ്രഭോ. അല്ലെങ്കിൽ എന്നും ഞങ്ങൾ അവരുടെ ബദ്ധവൈരികളായി പോകും. ഞങ്ങളല്ല ഭഗവൻജിയെ വധിച്ചത്, അവസാന ശ്രമം എന്നവണ്ണം ശിവരംഗം പറഞ്ഞു. ഊക്കോടെ ഒരടിയായിരുന്നു അതിൻ്റെ മറുപടി. സുന്ദരപ്പയുടെ കയ്യിൽ നിന്നും കിട്ടിയിരിക്കുന്ന ചില സുപ്രധാന രേഖകളും മരുതുമകൻ്റെ ലോക്കറിൽ നിന്നെടുത്ത വീഡിയോ ക്യാമറയും കാസറ്റും എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അശ്വതിയുടെ ടെലിഫോൺ സന്ദേശം വെറും വാക്കാണെന്ന് വിശ്വസിക്കുവാൻ DGPക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ രാത്രിയായിട്ടും അദ്ദേഹം ഓഫീസ് തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഏതു സമയത്തും അശ്വതി വന്നു ചേർന്നേക്കാം. അവളെ ആക്രമിക്കരുതെന്ന് അദ്ദേഹം അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഒരു ടെമ്പോ വാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ വന്നു നിന്നു. അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് അശ്വതിയാണെന്ന് പാറാവ് നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായി. തൊട്ടു പിന്നാലെ മറ്റു ചിലർ. അവരുടെ കൈകൾ പരസ്പരം ബന്ധിച്ചിരുന്നു. കൂട്ടത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെയും കണ്ടപ്പോൾ പോലീസുകാർ അമ്പരന്നു. അശ്വതിയെ ആക്രമിക്കരുതെന്ന DGPയുടെ ഓർഡർ ഇല്ലായിരുന്നെങ്കിൽ അവർ അവളെ വെടിവെച്ച് വീഴ്ത്തിയാനെ. അശ്വതിയുടെ കയ്യിൽ ഒരു റിവോൾവറും റിമോട്ട് കൺട്രോളും ഉണ്ടായിരുന്നു. ടെമ്പോ വാനിൽ നിന്നും ഒരു പെട്ടിയും തൂക്കി തങ്കവേലുവും പുറത്തു വന്നു. നടക്ക്. അശ്വതി തൻ്റെ തടവുകാരെ അകത്തേക്ക് ആനയിച്ചു. മുഖ്യമന്ത്രിയെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ട് ചെയ്തു. എന്തു തോന്നിയസമാണിത്? DGP റിവോൾവർ എടുത്തുകൊണ്ട് ചാടി എണീറ്റു. സാറ് ശോഭിക്കാതെ അവിടെ ഇരിക്കണം, അശ്വതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻജിയെ വധിച്ചത്. ഇത്തവണ DGP ഞെട്ടി. അതെ സാർ, അതുകൊണ്ടാണ് ഇയാൾ ഭഗവാൻജിയുടെ ഒപ്പം ശ്രീവള്ളിപുത്തൂരിൽ വരാഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മൗനം DGPക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള എളുപ്പവഴിയായി. നാട് ഭരിച്ച് നാട് കുട്ടിച്ചോറായപ്പോൾ ഭഗവാൻജിയുടെ ചോര കൊണ്ട് ഇവർക്ക് വിജയം ഉറപ്പുവരുത്താമെന്ന് കണക്കുകൂട്ടി. മാത്രമോ, പുലികൾക്ക് തങ്ങളുടെ ശത്രുവിനെ ഇല്ലാതാക്കുവാനുള്ള അവസരവും ഇവർ സൃഷ്ടിച്ചു കൊടുത്തു. ഇതിനെല്ലാം ഉപരിയായി ഭാരതത്തിൻ്റെ അസൂയാവഹമായ പല നേട്ടങ്ങളിലും അമ്പരന്ന് നിന്നിരുന്ന വിദേശ ശക്തികൾക്ക് ഭഗവൻജിയുടെ അന്ത്യം ആഹ്ലാദകരമായിരുന്നു. അതിന് കാരണക്കാരായവരെ അവർ രഹസ്യമായി തങ്ങളുടെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. എല്ലാത്തിൻ്റെയും രേഖകളും ഭഗവൻജിയെ വധിക്കുന്ന നേരത്ത് ഹരിലാൽ പകർത്തിയ വീഡിയോ ചിത്രങ്ങളും ഈ പെട്ടിയിലുണ്ട്. അശ്വതി തങ്കവേലുവിൻ്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി മേശപ്പുറത്ത് വെച്ച് തുറന്നു. അതിൽ വീഡിയോ ക്യാമറയും കാസറ്റും ഉണ്ടായിരുന്നു. കാസറ്റ് എടുത്ത DGP VCPയിലിട്ട് ഭഗവൻജിയുടെ മരണത്തിൻ്റെ ദുരൂഹതകൾ ആ കാസറ്റിലൂടെ അനാവരണം ചെയ്യപ്പെട്ടു. TV-യിൽ തെളിഞ്ഞ ചിത്രങ്ങളിൽ നോക്കി ശിവരംഗനും മീനുവും ചലിക്കാതെ നിന്നുപോയി. ഇപ്പോൾ ബോധ്യമായല്ലോ ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന്. അശ്വതിയുടെ ശബ്ദം കേട്ട് DGP തലയുയർത്തി. പുലികളുടെ കണ്ണികൾ തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. താങ്കൾക്ക് കഴിയുമെങ്കിൽ അവരെ കണ്ടെത്തിക്കൊള്ളുക. അശ്വതിയും തങ്കവേലുവും തിരിച്ചു നടന്നു. എവിടെ പോകുന്നു നിങ്ങൾ? അവിടെ നിൽക്കൂ, DGPയുടെ ആജ്ഞ. വിരട്ടാതെ സാറേ. അശ്വതി റിമോട്ട് ഉയർത്തി കാണിച്ചു. മുഖ്യമന്ത്രിയുടെ ശരീരത്തിൽ ഞാനൊരു ബോംബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിമോട്ട് പ്രവർത്തിപ്പിച്ചാൽ അയാൾ കത്തിക്കരിഞ്ഞു പോകും. അടുത്ത് നിൽക്കുന്ന സാറിൻ്റെയും മറ്റാൾക്കാരുടെയും കാര്യവും ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല. ഗുഡ് ബൈ. ഇത്തവണ അശ്വതിയെ തടയുവാൻ DGPക്ക് കഴിഞ്ഞില്ല. പുറത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.